8:12:10. ആകെക്കാലുകളുടെ എണ്ണത്തിന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം 10 എത്ര 54 ഹോൾ സ്ക്വയറിന്റെ വില കണ്ട് 53 ഹോൾ സ്ക്വയർ. എന്ത് പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ 10th പ്രിലിംസ് അതുപോലെ LGSൻ്റെ എക്സാമുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10th പ്രിലിംസിൻ്റെയും LGSൻ്റെയും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സിലബസുകളെല്ലാം സെയിം ആണ്. 8 ടോപ്പിക്കാണ് മാത്സിനുള്ളത്, 8 ടോപ്പിക്കാണ് മെൻ്റൽ എബിലിറ്റിക്കുള്ളത്. അപ്പോൾ ഈ ഒരു 8 16 ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് ഇഷ്ടം പോലെ ഏകദേശം ഒരു 7ഓളം വലിയ ക്ലാസ്സുകൾ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടും അതുപോലെ LGSന് വേണ്ടിയിട്ടും ഈ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എല്ലാം തന്നെ വലിയ ക്ലാസ്സുകളാണ്, എല്ലാം തന്നെ ചോദിച്ച ചോദ്യങ്ങളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ 10th പ്രിലിംസിൻ്റെ സിലബസിന് പുറത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ 10th പ്രിലിംസിനും LGSനും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അതായത് കൃത്യംഗം എന്ന് പറയുന്ന ടോപ്പിക്ക് 10th പ്രിലിംസിന് ഇല്ല. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് 10th പ്രിലിംസിന് ഇല്ല. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ റേഷ്യോ പ്രപ്പോർഷൻ സിലബസിൽ തന്നിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ LGSൻ്റെ പരീക്ഷയ്ക്ക് ഈ 4 കാലുള്ളവരുടെയും മനുഷ്യന്മാരുടെ എണ്ണവും തലകളുടെ എണ്ണവും കാലുകളുടെ എണ്ണവും ഒക്കെ തന്നിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ഇത്തരത്തിലുള്ള കുറച്ച് ടൈറ്റായ സിലബസിന് പുറത്തുനിന്ന് ചോദിച്ച നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ 10th പ്രിലിംസ് പരീക്ഷകൾക്കും ഇത് തീർച്ചയായും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ലാസ്സുകൾ, ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ട്രിക് ടേൺ എന്ന് തന്നെയാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അതിൽ നിങ്ങൾ ജോയിൻ ആയിട്ടില്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും, ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ഉണ്ട്, അതിനൊക്കെയുള്ള ക്ലാസ്സുകളും മെറ്റീരിയലും ഒക്കെ ഈ ഒരു ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. ട്രിക് ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാം ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ TRIG സ്പേസ് ഇട്ട് TURN എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലോട്ട് പോകാം. കൃത്യംഗവുമായി ബന്ധപ്പെട്ട് 10th പ്രിലിംസിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ വളരെ ഓർഡറായി ആദ്യം ചെയ്യും. ചോദ്യം ഇങ്ങനെ: 5⁴ ഇൻറ്റു 5⁻³ ഡിവൈഡഡ് ബൈ 5�7 എത്ര എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 2 റൂളുകൾ ഞാനൊന്ന് പറയുകയാണ്. A⁻m ഇൻറ്റു A⁻n എന്ന് പറയുന്നത് A⁻m+n ആണ്. കുറച്ചുകൂടെ വ്യക്തമായി നമ്മുടെ ഭാഷയിൽ ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ നോക്ക്, ഇവിടെ രണ്ടിടത്തും A ആണ്. ഈ 2 സംഖ്യകൾ ഗുണിക്കാൻ ആ A അതുപോലെ എഴുതുന്നു, പവറുകൾ തമ്മിൽ കൂട്ടി വെക്കുന്നു. A⁻m ഇൻറ്റു A⁻n എന്ന് പറയുന്നത് A⁻m+n ഓക്കെയാണ്. ഇനി A⁻m ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറയുന്നത് A⁻m-n. ഒന്നുകൂടെ, A⁻m ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറയുന്നത് A⁻m-n. അതായത് ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ
ഇവിടെ നോക്കി, ഇവിടെയും ബേസ് എ ആണ്. ഇവിടെ ആ ബേസ് അതുപോലെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. എം മൈനസ് എൻ. ഇപ്പോൾ ഒരു 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ 8⁻6 ഇൻറ്റു 8�7. ഇവിടെ രണ്ടിടത്തും ബേസ് 8 ആണ്. അപ്പോൾ ആ 8 അതുപോലെ എഴുതിയിട്ട് പവറായ 6 7 കൂട്ടി 13. ഇനി വേറെ ഉദാഹരണം പറഞ്ഞ 8⁻10/8�5. ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കുക. ഇവിടെയും ബേസ് 8, ഇവിടെയും ബേസ് 8. ഇങ്ങനെ വന്നാൽ ബേസ് 8 അതുപോലെ എഴുതി പവറുകൾ തമ്മിൽ കുറച്ചു. 10ൽ നിന്ന് 5 കുറച്ച് 8⁻5 എന്ന് നമുക്ക് പറയാം. അപ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n. ഇനി ഈ ചോദ്യത്തിലേക്ക് നോക്ക്. 5⁻4 ഇൻറ്റു 5⁻3 മേളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 5⁻4 ഇൻറ്റു 5⁻3 എന്ന് പറഞ്ഞാൽ ബേസ് സെയിം ആ രണ്ടിടത്തും 5. ആ 5 അതുപോലെ എഴുതിയിട്ട് 4 3 കൂട്ടി 5⁻7 എന്ന് എഴുതാം. ആലോചിച്ച് നോക്ക്. ബേസ് രണ്ടിടത്തും 5. ബേസ് സെയിമായ സംഖ്യകൾ ഗുണിക്കാൻ 5 അതുപോലെ എഴുതി പവർ 4 3 ആണ്. അത് 2 കൂട്ടി 7. അപ്പം മേളത്തെ പോർഷൻ 5⁻7 ആണ്. താഴത്തെ പോർഷൻ ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ട് 5⁻7 ആണ്. ആലോചിച്ച് നോക്ക്. താഴെയും മേളിലും സെയിം നമ്പർ വന്ന നമുക്കറിയാം അത് രണ്ടും കൂടെ വെട്ടിക്കളഞ്ഞ് അവരുടെ വാല്യൂ 1 ആണ് എന്ന് പറയാം. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. രണ്ടാമത്തെ ചോദ്യം 2023 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. 10⁻6 ഡിവൈഡഡ് ബൈ 10⁻3 എത്ര? നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ റൂള്. ഇവിടെ രണ്ടിടത്തും മക്കളെ ബേസ് സെയിം ആണ്. ഇവിടെയും ബേസ് 10 ആണ്, ഇവിടെയും ബേസ് 10 ആണ്. ബേസ് സെയിമായ സംഖ്യകൾ ഹരിക്കാൻ ബേസ് അത് തന്നെ എഴുതിയിട്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കണം. 6-3. 6ൽ നിന്ന് 3 പോയാൽ 3. 10⁻3. 10⁻3 ആണ് ഇവിടെ ഉത്തരമായി വരിക. റൂളായിട്ട് പറഞ്ഞാൽ a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറയുന്നത് a⁻m-n ആണ്. 10⁻6-3 ആണ്. 10⁻3 ആണ് ഉത്തരമായി വരിക. 10⁻3 ഓപ്ഷൻ്റെ അകത്തിലുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം 10⁻3 എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാണ്. ഇവിടെ 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം 10 ഗുണിക്കണം. അതായത് 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1000 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി റൂൾ ഒന്നും അറിയത്തില്ലേ പോലും അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾ ഈ ചോദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാളെ. ഇവിടെ മേളിൽ 10 6 പ്രാവശ്യം, താഴെ 10 3 പ്രാവശ്യം. ആലോചിച്ച് നോക്ക. അപ്പൊ താഴെ 10 3 പ്രാവശ്യവും മേളിൽ 10 6 പ്രാവശ്യവും. അപ്പൊ താഴേന്നും മേളിൽ നിന്നും 10 3 പ്രാവശ്യം കട്ട് ചെയ്താൽ മേളിൽ ഒരു 10 3 പ്രാവശ്യം ഉണ്ട്. 10⁻3 എന്ന് പറഞ്ഞാൽ 1000. ഇങ്ങനെ ചിന്തിച്ചാലും മതി. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 0.49 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.49 കിട്ടുക എന്നതാണ് ചോദ്യം. കൊള്ളാമോ? 2022 10th പ്രിലിംസ് ആണ്. അപ്പോൾ ഈ ചോദ്യം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 0.49 6നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഞാൻ ആ സംഖ്യയെ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് 0.49 എന്ന് വെറുതെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അതായത് ഇവിടെ എക്സ് എന്താണ് എന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 0.49നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഞാൻ ആ സംഖ്യയെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് 0.49 6നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു. ആ സംഖ്യയെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് 0.49 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എക്സ് എന്താ എന്നാണ് ചോദ്യം. അപ്പൊ കുഞ്ഞുങ്ങളെ എക്സ് കാണാൻ നോക്കുക.
ഇവിടെ ഓൾറെഡി ഒരു 0.49 ഉണ്ട്. ഈ 0.49 ദ ഹോൾ റൈസ് ടു 6 ഇവിടെ വന്ന് ബൈ 0.49 ദ ഹോൾ റൈസ് ടു 6 ആവും. കാര്യം ഒരു ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും, ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ വരും. ഇനി ഇത് സോൾവ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ ഒരു 0.49 എന്ന് എഴുതിയാൽ ഇവരുടെ പവർ 1 ആണ്. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ റൈസ് ടു 1 എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റൈസ് ടു 1 എന്നാണ്. അപ്പം ഇവിടെ വെറുതെ ഒരു 0.49 എന്ന് എഴുതി. ഇപ്പം 0.49 വെറുതെ എഴുതിയാൽ അതിൻ്റെ പവർ മക്കളെ 1 ആണ്, ഡൗട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഏത് രൂപത്തിലാണ്? ഇവിടെയും ബേസ് 0.49 ആണ്, ഇവിടെയും ബേസ് 0.49 ആണ്. ആലോചിച്ചു നോക്ക്. ഇവിടെയും ബേസ് 0.49 ആണ്, ഇവിടെയും ബേസ് 0.49 ആണ്. ബേസ് സെയിം ആയ സംഖ്യകൾ ഹരിക്കാൻ എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് പറ എ റൈസ് ടു എം മൈനസ് എൻ ആണ്. 0.49 റൈസ് ടു 1 മൈനസ് 6. 1 മൈനസ് 6. നിങ്ങൾക്കറിയാം 1-ൽ നിന്ന് 6 പോയാൽ -5 ആണ്. ചെറുതിൽ നിന്ന് വലുത് പോയാൽ അത് -5 ആണ്. അപ്പൊ 0.49 ദ ഹോൾ റൈസ് ടു -5 ആണ് എക്സ് ആയിട്ട് കിട്ടുക. അപ്പൊ ആ സംഖ്യ എന്ന് പറയുന്നത് 0.49 ദ ഹോൾ റൈസ് ടു -5, ഓപ്ഷൻ ഡി. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പടയെന്ന് പിടിച്ചേ. 0.49 ദ ഹോൾ റൈസ് ടു 6നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഞാൻ ആ സംഖ്യയെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് 0.49 കിട്ടി. അങ്ങനെയാണ് ആ സംഖ്യയായ എക്സ് കാണാൻ അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി 0.49 ഉണ്ട്. ഇവിടെ നിന്ന് 0.49 ദ ഹോൾ റൈസ് ടു 6 അവിടെ പോയി ഡിവിഷൻ ആവും. വെറുതെ ഒരു സംഖ്യ എഴുതിയാൽ ഇവിടെ പവർ 1 ആണ്. ഇതിപ്പോൾ എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എന്നിന്റെ രൂപത്തിലായി. എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം മൈനസ് എൻ 0.49 ദ ഹോൾ റൈസ് ടു 1 മൈനസ് 6. 1-ൽ നിന്ന് 6 കുറച്ചാൽ -5. 0.49 ദ ഹോൾ റൈസ് ടു -5. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അടുത്ത് 2023 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം ലഘൂകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരവില്ല ഇതിൻ്റെ അകത്ത്, എന്നാലും നമുക്ക് ചെയ്തു നോക്കണം. ഇത് കണ്ടോ, ഇത് ലഘൂകരിക്കണം. ഇനി നമ്മളിവിടെ പുതിയൊരു റൂള് പറയുകയാണ്. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. അതായത് മക്കളെ, ഒരു പവറിന് പവറായി വന്നാൽ ആ പവറുകൾ തമ്മിൽ ഗുണിക്കണം. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന ഇത് രണ്ടും കൂടെ ഗുണിച്ച് എ റൈസ് ടു എം എൻ. ഒന്നുകൂടെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം എൻ. ഒന്നുകൂടെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം എൻ. എം എൻ ഒരു ഉദാഹരണം പറഞ്ഞ 5 റൈസ് ടു 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1-ൻ 2 കൂടെ ഗുണിച്ച് 5-ന്റെ സ്ക്വയർ. 8 റൈസ് ടു 10 ദ ഹോൾ റൈസ് ടു 10 എന്ന് പറഞ്ഞാൽ ഈ 10ഉം 10 കൂടെ ഗുണിച്ച് 8 റൈസ് ടു 100. ഇനി 50 റൈസ് ടു 6 ദ ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ ഈ 6ഉം 5 കൂടെ ഗുണിച്ച് 50 റൈസ് ടു 30. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തത് കണ്ടോ, 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അവരെ നമുക്ക് ഒരുമിച്ച് ഈ 2-ൻ 2 കൂടെ ഗുണിച്ച് 5 റൈസ് ടു 4 എന്ന് എഴുതാം. ഇൻറ്റു 5 റൈസ് ടു 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ 1-ഉം 2 കൂടെ ഗുണിച്ച് 1-ൻ 2 കൂടെ ഗുണിച്ചാൽ 2 ആണ്. 5-ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴത്തെ നോക്കൂ, 2ഉം 1 കൂടെ ഗുണിക്കുമ്പോൾ 21 എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും എഴുതി വെക്കരുത്, ചേർത്ത് 2 1 കൂടെ ഗുണിച്ചാൽ 2. 5-ന്റെ സ്ക്വയർ ഇൻറ്റു 5ഉം 1 കൂടെ ഗുണിച്ച് 1. 5 റൈസ് ടു 1. ഓക്കെ. ഇനി ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചില ആളുകൾ ഇത് 5 റൈസ് ടു 4, 5 റൈസ് ടു 2,
5/6 എന്ന് എഴുതും, 5/1, 5/2, അത് രണ്ടും കൂടെ കൂട്ടി 3 എന്ന് എഴുതും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളായി മേളിലും താഴെയും ഒരു 5ന്റെ സ്ക്വയർ ഉണ്ട്, നമുക്ക് വെട്ടിക്കളയാം. ആലോചിച്ച് നോക്കാം, മേളിലും താഴെയും മേളിലും ഒരുപോലെ ഒരു 5ന്റെ സ്ക്വയർ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വെട്ടിക്കളയാം. കാര്യം ഇവിടെ 5ന്റെ സ്ക്വയർ, അവിടെ 5ന്റെ. ഇനി ബാക്കി എന്തോ ഉള്ളത്? 5/4/5/1. ഇത് ഏത് രൂപത്തിലാ? a/m/a/n എന്ന് പറഞ്ഞാൽ a/m-n. 5/4-1 4-1 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബ്. 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 5ന്റെ ക്യൂബ് ഓപ്ഷൻ്റെ അകത്തിൽ വരണം, അല്ലെങ്കിൽ 125 വരണം. ഇത് രണ്ടും ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വന്നതുകൊണ്ട് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നോക്കൂ. 5ന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 5/4 ഇൻറ്റു 1 2 5/2 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1. 2 1 കൂടെ ഗുണിച്ച് 5ന്റെ സ്ക്വയർ ഇൻറ്റു 1 1 കൂടെ ഗുണിക്കുമ്പോൾ 5/1 തന്നെ. ഇവിടുന്നും 5ന്റെ സ്ക്വയർ ക്യാൻസൽ. 5/4/5/1. അല്ലേ തന്നെ സിമ്പിളായി ചിന്തിക്കും. താഴെ നിന്ന് മേളിൽ നിന്ന് ഒരു 5 ക്യാൻസൽ ചെയ്യാം, പോട്ടെ വാട്ടോ. 5/4/5/1 a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറയുന്നത് a/m-n. 5/4-1 5ന്റെ ക്യൂബ്. 5ന്റെ ക്യൂബ് 125. ഇതിൽ രണ്ടിലേതേലും ഒരു എണ്ണമായിരിക്കും ഉത്തരവായി വരാൻ പോകുന്നത്. അടുത്ത് 2022 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദിച്ച കുറച്ചുകൂടെ വലിയൊരു ചോദ്യം നോക്കാം. 2ന്റെ ക്യൂബ് ഇൻറ്റു 4ന്റെ ക്യൂബ് ഇൻറ്റു 6/5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 36/4 ഇൻറ്റു 16/3. നല്ല രസമുണ്ട്. അപ്പം നമുക്ക് ഇവരെ എങ്ങനെ മാറ്റണം, നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരണം. ശ്രദ്ധിക്കണം എല്ലാവരും. നമുക്ക് ആദ്യം ഈ 36നെയും 16നെയും നമുക്ക് പറ്റുന്ന ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരണം. കാര്യം ബേസ് സെയിം ആണെങ്കിൽ മാത്രമേ മക്കളെ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ. നമ്മൾ പഠിച്ച റൂളുകളെല്ലാം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബേസ് സെയിം അല്ലേ? a/m ഇൻറ്റു a/n. a ആ ബേസ്. a/m ഡിവൈഡഡ് ബൈ a/n. a ആ ബേസ്. a/m ദ ഹോൾ റൈസ് ടു n. a ആ ബേസ്. അപ്പൊ ബേസ് സെയിം ആക്കണം. നിങ്ങൾ നോക്ക, മേളിൽ 2 ആണ് ബേസ്, 4 ആണ് ബേസ്, 6 ആണ് ബേസ്. അപ്പൊ ഈ 36നെയും 16നെയും ഈ 2 4 6 അങ്ങനെ എന്തിലേക്ക് മാറ്റിയാൽ നല്ലതാണ്. മക്കളെ താഴത്തെ നോക്കൂ. 36 ദ ഹോൾ റൈസ് ടു 4. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. 6ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 4. ഇങ്ങനെ പവറിന് പവർ വന്നാൽ 2ഉം 4ഉം കൂടെ ഗുണിച്ച് 6/8. ഇനി നിങ്ങളുടെ സീനിൽ 36 ഇല്ല, 6/8 മാത്രമേ കയ്യിലുള്ളൂ. ഓക്കെ ആണോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 16/3. ഈ 16/3നെ മേളിൽ 2ന്റെ പവർ ആക്കാം നമുക്ക്, അല്ലെ 4ന്റെ പവർ ആക്കാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട്. 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയാം. 4ന്റെ സ്ക്വയർ ദ ഹോൾ ക്യൂബ്. ഇങ്ങനെ പവറിന് പവറായി വന്നാൽ ഈ പവറുകൾ തമ്മിൽ ഗുണിക്കുക. 2ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ 6. 4/6. 4/6 എന്ന് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മളുടെ സീനിൽ 16/3 ഇല്ല, 4/6 മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുടെ സീനിൽ 36/4 ഇല്ല, 6/8 മാത്രമേ ഉള്ളൂ. ഇനി ഈ ചോദ്യം നമുക്ക് ഈ രീതിയിൽ ഒരുമിച്ചൊന്ന് എടുത്തെഴുതാം. 2ന്റെ ക്യൂബ് നമ്മൾ അതുപോലെ എഴുതി ഇൻറ്റു 4ന്റെ ക്യൂബ് മേളിൽ അതുപോലെ എഴുതി ഇൻറ്റു. ഇനി അടുത്ത നോക്കൂ.
6⁵ ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് 5ഉം 2 ഗുണിച്ച് 6⁻10 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ഇനി താഴെ 36⁴ പകരമായി നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 6⁸ ഇൻറ്റു 16�3 പകരമായി നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 4�6 കണ്ടുപിടിച്ചു വെച്ചവരാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ബേസ് സെയിമായ സംഖ്യകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അല്ലേ തന്നെ നിങ്ങൾക്കറിയാം, മേളിൽ 6 10 പ്രാവശ്യം, താഴെ 6 8 പ്രാവശ്യം, താഴേന്നും മേളിൽ നിന്നും ഒരു 6 8 പ്രാവശ്യം ക്യാൻസലായ മേളിൽ ഒരു 6 2 പ്രാവശ്യമേ ഉള്ളൂ. ആലോചിച്ചു നോക്ക്. ഒന്നുകൂടെ, മേളിൽ 6 10 പ്രാവശ്യമുണ്ട്, താഴെ 6 8 പ്രാവശ്യമേ ഉള്ളൂ. താഴെയും മേളിലും നോക്കിയാൽ 8 പ്രാവശ്യം നമുക്ക് ക്യാൻസൽ ചെയ്താലും മേളിൽ ഒരു 6² ഉണ്ട്. അല്ലേ തന്നെ നിങ്ങൾ ചിന്തിക്ക്, 6⁻10 ബൈ 6⁸ എന്ന് പറഞ്ഞാൽ 6⁻10 - 8, 6ന്റെ സ്ക്വയർ, 6⁻2. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ 4ന്റെ ക്യൂബ് 4⁻6. മക്കളെ, മേളിൽ 4 3 പ്രാവശ്യമുണ്ട്, താഴെ 4 6 പ്രാവശ്യമുണ്ട്. അപ്പം മേളിൽ 4 3 പ്രാവശ്യവും താഴെ 4 6 പ്രാവശ്യവും, താഴേന്നും മേളിൽ നിന്നും 4 3 പ്രാവശ്യം 3 പ്രാവശ്യം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോഴും താഴെ ഒരു 4 3 പ്രാവശ്യം ബാക്കിയുണ്ട്. ഓക്കെ ആണ്? അപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ എന്തൊക്കെയുണ്ട്? 2ന്റെ ക്യൂബ് ഇൻറ്റു 4ന്റെ ക്യൂബ് ഓൾറെഡി വെട്ടി, ബാക്കി 6ന്റെ സ്ക്വയറ് ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ഓൾറെഡി താഴെ ഒരു 4ന്റെ ക്യൂബ്. ഇതൊന്നും ഓപ്ഷൻ്റെ അകത്തിലില്ല, അപ്പോൾ നമുക്കവരെ വലുതാക്കാം. 2ന്റെ ക്യൂബ് 8 ഇൻറ്റു 6ന്റെ സ്ക്വയർ 36 ഡിവൈഡഡ് ബൈ 4ന്റെ ക്യൂബ് 64. ഇനിയും വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8ഉം 64 വെട്ടാം. 8ഉം 64 വെട്ടിയാൽ 8 8 64. ഇനി 36ഉം 8ഉം നമുക്ക് 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് 36നെ വെട്ടിയാൽ 9, 8നെ 36നെ വെട്ടിയാൽ 2, 4 കൊണ്ട് ഹരിച്ചാൽ 2. 9/2 ഉത്തരമായി വരിക. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. നമ്മൾ ആദ്യം 2ന്റെ ക്യൂബ് എഴുതി ഇൻറ്റു, പിന്നെ 4ന്റെ ക്യൂബ് എഴുതി ഇൻറ്റു 6⁻5 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ഉം 2 ഗുണിച്ച് 6⁻10 ഡിവൈഡഡ് ബൈ 36⁻4നെ നമ്മൾ ഓൾറെഡി 36നെ 6ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് 4 എന്ന് എഴുതിയവരാണ്. 2ഉം 4 ഗുണിച്ചാൽ 6⁸ 36⁻4 ഇൻറ്റു 16⁻3നെ നോയിക്കോണം. 16⁻3 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയറാണ്, 4ന്റെ സ്ക്വയർ ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഈ 2ഉം 3 മൾട്ടിപ്ലൈ ചെയ്ത് 4⁻6. അപ്പോൾ 16⁻3നെ നമുക്ക് 4⁻6 എന്ന് എഴുതാം. ഇനി വെട്ടുന്നതാണ് പലർക്കും കൺഫ്യൂഷനായി നിൽക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാം. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. മേളിൽ 6 10 പ്രാവശ്യമുണ്ട്, താഴെ 6 8 പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ 8 പ്രാവശ്യം നമുക്ക് താഴെയും മേളിൽ നിന്നും നമുക്ക് 6 കട്ട് ചെയ്ത് കളയാം. ആലോചിച്ച് നോക്കാം, 6 10 പ്രാവശ്യവും താഴെ 8 പ്രാവശ്യവും. 8 പ്രാവശ്യം നമുക്ക് താഴെ നിന്നും മേളിൽ നിന്നും കട്ട് ചെയ്താൽ ബാക്കി മേളിൽ ഒരു 6 2 പ്രാവശ്യമുണ്ട്. മേളിൽ ഒരു 6ന്റെ സ്ക്വയർ ബാക്കി നിൽക്കുന്നു. ഇനി നിങ്ങൾ നോക്കാം, മേളിൽ ഒരു 4 3 പ്രാവശ്യമുണ്ട്, താഴെ ഒരു 4 6 പ്രാവശ്യമാണ്. മേളിൽ 4 3 പ്രാവശ്യം 4ന്റെ ക്യൂബ്, താഴെ 4 6 പ്രാവശ്യം 4⁻6. താഴെ നിന്നും മേളിൽ നിന്നും 4 3 പ്രാവശ്യം കട്ട് ചെയ്താൽ മേളിലത്തെ 4 തീരും, താഴെ 4 3 പ്രാവശ്യം ബാക്കിയുണ്ട്. ഇനി നമുക്കിവരെ ഒന്ന് എടുത്തെഴുതിക്കേ. ഇത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തു. ബാക്കി നിൽക്കുന്നത് 2ന്റെ ക്യൂബ്. ഈ 4 3 പ്രാവശ്യം പോയവരാണ്. ഇവിടെ ബാക്കിയുള്ളത് 6ന്റെ സ്ക്വയർ.
ഈ 6 8 പ്രാവശ്യം പോയവരാണ്. ഇവിടെ ബാക്കിയുള്ളത് 4ന്റെ ക്യൂബ്. മക്കളെ 2ന്റെ ക്യൂബ് 8 ഇൻറ്റു 6ന്റെ സ്ക്വയർ 36 ഡിവൈഡഡ് ബൈ 4ന്റെ ക്യൂബ് 64. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8ഉം 64ഉം 8 കൊണ്ട് ഹരിക്കാം. 8 8 8 8 64. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 36ഉം 8ഉം 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് 36നെ ഹരിച്ചാൽ 9, 8നെ 36നെ ഹരിച്ചാൽ 2. സോ നമ്മുടെ ഉത്തരം 9/2. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ചോദ്യം ഇങ്ങനെയാണ്, 2n+1 32 ആയാൽ n എത്ര? അപ്പോൾ 2024 ഒരു LGS മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വന്നതാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ? ഇത്തരത്തിലുള്ള ചോദ്യം 2n+1 32 ആയാൽ n എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു വലിയ സംഖ്യയും ഉണ്ടാവും, ഒരു ചെറിയ സംഖ്യ ഉണ്ടാവും. 32 ഇവിടെ 2ന്റെ പവർ ഉണ്ട്. ആ 2ന്റെ പവർ ഇവിടെ 32 ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചെറിയ സംഖ്യയുമുണ്ട്, വലിയ സംഖ്യയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വലിയ സംഖ്യയായ 32നെ 2ന്റെ പവറിലേക്ക് മാറ്റുക. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 32നെ 2 കൊണ്ട് മാത്രം ഘടകക്രിയ ചെയ്യുക. അതായത് 32നെ നമുക്ക് 2ന്റെ പവറായി എങ്ങനെ എഴുതാമെന്ന് മാത്രം നോക്കുക. ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാം 2ന്റെ റൈസ് ടു 5 ആണ് 32. നമുക്കത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 16 ആണ്. ഈ 16നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ആണ്. ഈ 8നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ആണ്. ഈ 4നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആണ്. ഈ 2നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ആണ്. അപ്പം 32നെ 2 ഉപയോഗിച്ച് 1ലേക്ക് എത്തിക്കാൻ നമ്മൾ 5 പ്രാവശ്യം 2 ഉപയോഗിച്ച് 1 2 3 4 5. അപ്പം 32നെ നമുക്ക് 2⁵5 എന്ന് എഴുതാം. അപ്പൊ 2n+1 ഈക്വൽസ് 2⁵5 ആണ്. കാര്യം 32 2⁵5 ആണ്. മോനെ 2ന്റെ പവർ ആക്കാമെന്ന് കൈവച്ച് ചെയ്ത് നോക്കാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്താലും മതി. 2 × 2 4 × 2 8 × 2 16 × 2 32 5 പ്രാവശ്യം. ഓക്കെ, ഇനി സൂക്ഷിച്ച് നോക്കുക നല്ലവണ്ണം. അപ്പുറവും ഇപ്പുറവും തുല്യമാണ്, അല്ലെങ്കിൽ അവർ ഈക്വലായിട്ട് എഴുതത്തില്ലല്ലോ. ഇവിടെ താഴെ 2 ആണ്, ഇവിടെയും താഴെ 2 ആണ്. എടാ അവരും ഇവരും സെയിം ആണ്. ഇവിടെയും താഴെ 2, അവിടെയും താഴെ 2. അപ്പൊ അവരും സെയിമാണ്. അപ്പൊ താഴത്തുകാരും സെയിം ആണെങ്കിൽ മേളുത്തുകാരും ഉറപ്പായിട്ടും എന്തുമായിരിക്കും? പറ, സെയിം ആയിരിക്കും. അപ്പൊ n+1 നമുക്ക് പറയാം 5. n+1 5 ആയതുകൊണ്ട് എന്നിന്റെ വാല്യൂ കാണാൻ ഈ +1 അപ്പുറത്ത് പോയി 5 + 1 6. സോറി, ഈ +1 അപ്പുറത്ത് പോയി 5 - 1 4. അപ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് പറയാൻ കഴിയും 4 ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോകാം. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും, ഞാൻ ഒന്നുകൂടെ പറയുന്നു. 2n+1 ഈക്വൽസ് 32. നമ്മൾ ആദ്യം ഈ 32നെ 2ന്റെ ബേസ് സെയിം ആക്കാൻ 2ന്റെ പവറിലേക്ക് കൊണ്ടുവരിക. 32നെ 2 ഉപയോഗിച്ച് ഘടകക്രിയ ചെയ്ത് 1ലേക്ക് എത്തിക്കുക. 32നെ 2 കൊണ്ട് ഹരിച്ചാൽ 16, 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. 5 പ്രാവശ്യം 2 ഉപയോഗിച്ചു. അപ്പം 32നെ നമുക്ക് 2⁵5 എന്ന് എഴുതാം. 2n+1 ഈക്വൽസ് 2⁵5 എന്ന് പറയാം. ഇനി സ്വാഭാവികമായും കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, ഈ n+1ഉം 5ഉം എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നത്? ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. അപ്പുറവും ഇപ്പുറവുമായി 2 നില വീടുകളുണ്ട്. ഇവിടെയും ഒരു 2 നില, അവിടെയും ഒരു 2 നില. അവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം തുല്യമാണ്.
ഈ രണ്ട് നില വീടുകളിലും താഴെ 2 പേരാണ്, അവിടെയും 2 ഇവിടെയും 2. താഴത്തുകാർ അവിടെ തുല്യമാണ്. ഇവർ 2 പേരും തുല്യമായ സ്ഥിതിക്ക് മേളത്തുകാരും തുല്യമായിരിക്കും. താഴത്തുകാർ 2 2. അപ്പൊ മേളത്തുകാർ ഇവിടെ വരുമ്പോൾ n+1 ആണ്, അവിടെ വരുമ്പോൾ 5 ആണ്. അങ്ങനെയാണ് നമുക്ക് പറയാം n+1 = 5. കാര്യം ഇത് തുല്യം. ഇവിടെ താഴെ 2, അവിടെയും താഴെ 2. അങ്ങനെയാണ് മേളിലും തുല്യമായിരിക്കും. n+1 = 5. എടാ n+1 = 5 ആണ്. എന്നിന്റെ വാല്യൂ കാണാൻ ഈ +1 അപ്പുറത്ത് പോയി -1 ആവും. എന്നിന്റെ വാല്യൂ 4. അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഏതോ ഒരു സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ 5 കിട്ടും, 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5 കിട്ടുക. എന്നിന്റെ വാല്യൂ 4 ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2023 ഖാദി ബോർഡ് LDC പ്രിലിംസ് ഇതാണ് ചോദ്യം. 3x = 729 ആയാൽ 3x - 1 എത്ര എന്നതാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഈ ചോദ്യം ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്യുവർ കൺസെപ്റ്റ് ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കാം. ഇവിടെ 3x, ഇവിടെ 729. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 729നെ 3ന്റെ പവറിലേക്ക് മാറ്റണം. അതായത് 729നെ 3 കൊണ്ട് ഘടകക്രിയ ചെയ്യണം. 3 കൊണ്ട് ഹരിച്ച് 1ലേക്ക് കൊണ്ടുവരണം. 729നെ 3 കൊണ്ട് ഹരിച്ചാൽ 243. 243നെ 3 കൊണ്ട് ഹരിച്ചാൽ 81. ഇനി ചില കുഞ്ഞുങ്ങളെങ്കിലും വിചാരിക്കുന്നുണ്ട് ഹരിക്കാൻ പറ്റിയില്ലല്ലോ, അവിടെ ഇട്ടിട്ട് പോക്കോ, ആ ചോദ്യം നടക്കത്തില്ല. 81നെ 3 കൊണ്ട് ഹരിച്ചാൽ 27. 27നെ 3 കൊണ്ട് ഹരിച്ചാൽ 9. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പൊ 729നെ 1ലേക്ക് കൊണ്ടുവരാൻ 1 2 3 4 5 6 6 പ്രാവശ്യം 3 ഉപയോഗിച്ചു. അപ്പോൾ 729നെ നമുക്ക് 3/6 എന്ന് എഴുതാം. 3x = 3/6. ഓക്കെ, മുമ്പോട്ട് പോവാം. ഇനി നിങ്ങളൊന്ന് നോക്കൂ, അപ്പുറവും ഇപ്പുറവും തുല്യമാണ്. അതെ. അവിടെ താഴത്തെ ആള് 3, ഇവിടെയും താഴത്തെ ആള് 3. അതെ. അങ്ങനെയാണ് മേളത്തുകാരും തുല്യമായിരിക്കും. മേളത്തുകാർ ഇവിടെ x, ഇവിടെ 6. അപ്പൊ x = 6 എന്ന് നമുക്ക് എഴുതാം. മക്കളെ, എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചതെങ്കിൽ ഉറപ്പിച്ചോളുക, അത് 6 ആണ്. പക്ഷെ ഇവിടെ എക്സിന്റെ വാല്യൂ അല്ല ചോദിച്ചേ. 3x - 1 എത്രന്നാ? 3/6 - 1. എടെ 6ൽ നിന്ന് 1 പോയാൽ 5. 3/5 ആണ് ചോദിച്ചത്. 3/5 കാണാൻ 3 × 3 × 3 × 3 × 3 5 പ്രാവശ്യം ഗുണിക്കുക. 5 പ്രാവശ്യം ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം 243 എന്ന് കിട്ടും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇങ്ങനെയാണ് ഈ സാധനം നേരെ ചൊവ്വേ ചെയ്യുന്നത്. ഓക്കെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് 3x - 1ന്റെ അകത്തിൽ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ഉത്തരം കിട്ടി. പരിപാടി കഴിഞ്ഞു, സെറ്റായി. ഇനി ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയ നമ്പർ പറയട്ടെ. 3x നമ്മളോട് പറയുന്നു 729. 3x - 1 ആണ് ചോദിച്ചേക്കുന്നത്. കണ്ടോ, വേറെ ഒന്നും ചോദിച്ചാൽ നടക്കത്തില്ല. 3x - 1 ആണ് ചോദിച്ചേക്കുന്നത്. എടെ 3x - 1 കാണാൻ -1 ആയതുകൊണ്ട് ഈ 729നെ 3/1 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, x - 2 ആയിരുന്നേലോ 3/2 കൊണ്ട് ഹരിക്കുക. x - 3 ആയിരുന്നേലോ 3/3 കൊണ്ട് ഹരിക്കുക. x - 4 ആയിരുന്നേലോ 3/4 കൊണ്ട് ഹരിക്കുക. എങ്ങനെയുണ്ട്? അപ്പം 3/1 3 ആണ്. 729/3 729/3 ചെയ്തു നോക്കൂ. 243 സെറ്റ്. അപ്പൊ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലായി, ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്തുവാ? ഒന്നുമില്ല.
നമുക്കിവിടെ 3 x തന്നു. നമുക്ക് കാണേണ്ടത് 3 x - 1 ആണ്. ഇവിടെ 3 x-നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3 x - 1 കിട്ടുക. നമ്മൾ ആദ്യം പഠിച്ചൊരു റൂളുണ്ട്, a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറയുന്നതാണ് a/m - 1. 3 x-നെ 3 x - 1 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഹരിക്കണം. ഇതാണ് ലോജിക്. ഞാൻ ഇതുപോലെ ഒരു 3 ചോദ്യങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ എഴുതാം. നിങ്ങൾ എൻ്റെ ഒപ്പം പടപടയെന്ന് പിടിക്കും. 2n സമം 512. 2n-3 കാണണം. 4x സമം 1024. 4x - 2 കാണണം. അടുത്തത് 5n സമം 625. 5n - 1 കാണണം. തുടങ്ങ്. 2n 512. 2n - 3 കാണണം. -3 കാണാൻ ഈ തന്നിരിക്കുന്ന 512-നെ -3 ആയതുകൊണ്ട് 2ന്റെ ക്യൂബ് കൊണ്ട് ഹരിക്കുക. മക്കളെ 512-നെ പോരട്ടെ 8 കൊണ്ട് ഹരിക്കുക. 512-നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 64 ഉത്തരമായി വരിക. ഹരിച്ചു നോക്ക്. 8 6 48. 32 64. ഇനി അടുത്തത് 4x 1024. 4x - 2 കാണണം. മക്കളെ -2 കാണാൻ 4ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുക. 4ന്റെ സ്ക്വയർ 16 ആണ്. 1024-നെ 16 കൊണ്ട് ഹരിക്കുക. 1024-നെ 16 കൊണ്ട് ഹരിച്ചു നോക്ക്. നമ്മുടെ ഉത്തരം 64 ആയിരിക്കും. മുമ്പോട്ട് വാ. 64 ആയിരിക്കും. അടുത്തത് 5n 625. നമുക്ക് വേണ്ടത് 5n - 1 വേണം. 5n - 1 ആയതുകൊണ്ട് -1 ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കുക. അതായത് 625-നെ 5 കൊണ്ട് ഹരിക്കുക. ചെയ്തു നോക്കൂ. നമ്മുടെ ഉത്തരം 125 സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ വേറൊരു സാധനം വരും, ഒരു സംശയം വരും. ആ സംശയം ഞാനൊന്ന് കാണിക്കാം. 2n സമം 512. 2n+2 എത്ര? അടുത്തത് 3x സമം 81. 3x+1 എത്ര? 5n സമം 125. 5n+2 എത്ര? സോറി, അല്ലെങ്കിൽ 5n+1 അല്ലെ n+3 എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വരും. നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പത്തെ ചോദ്യം ചെയ്തവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒരു മനസ്സിലെങ്കിലും ഉണ്ട്. 2n 512 ആണ്. നമുക്ക് 2n+2 കാണണം. മക്കളെ n+2 കാണണം. മക്കളെ n+2 കാണാൻ +2 ആയതുകൊണ്ട് 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. മക്കളെ 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. എങ്ങനുണ്ട്? +2 ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക അതിന്റെ ലോജിക്ക് എന്താ? -2 ആണ് 2ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുക, +2 ആണ് 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. അത് പറയാൻ കാര്യം ഇവിടെ നമുക്ക് 2n തന്നു. നമുക്ക് 2n+2 കാണണം. മക്കളെ 2n-നെ 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 2n+2 ആവുന്നേ. നമ്മളൊരു റൂള് പഠിച്ചു. a/m × a/n എന്ന് പറയുന്നത് a/m+n ആണ്. അപ്പൊ 2n-നെ 2n+2 ആക്കാൻ 2n × 2 സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കൂ,
2n 512, 2n+2 വേണം. n+2 വേണമെങ്കിൽ 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. മക്കളെ 512നെ 2ന്റെ സ്ക്വയർ 4 ആണ്, 4 കൊണ്ട് ഗുണിക്കുക. 500 ഗുണം 4 2000, 12 ഗുണം 4 48, 2048. അടുത്തത് 3x 81, 3x+1 കാണണം. +1 ആയതുകൊണ്ട് 81നെ 3 കൊണ്ട് ഗുണിക്കുക. 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 81 ഗുണം 3 ചെയ്തു നോക്കടാ, 243. ഇനി അടുത്തത് 5n 125. നമുക്ക് 5n+3 കാണണം. n+3 കാണണം. +3 ആയതുകൊണ്ട് 125നെ 5ന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കുക. 5ന്റെ ക്യൂബ് 125 ആണ്. 125 ഗുണം 125 ചെയ്തു നോക്കൂ, 15625 ആയിരിക്കും ഉത്തരമായി വരിക. അപ്പൊ ഈ 2 മോഡൽ ചോദ്യവും നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാം. ഒരു ചോദ്യം 3n നമ്മളോട് പറയുന്നു 243. 3n+1 കാണണം. 3n നമ്മളോട് പറയുന്നു 243. 3n-1 കാണണം. തുടങ്ങ്. 3n 243. 3n+1 കാണാൻ 243നെ +1 ആയതുകൊണ്ട് 3 കൊണ്ട് ഗുണിക്കണം. 243നെ 3 കൊണ്ട് ഗുണിക്കണം. 243നെ 3 കൊണ്ട് ഗുണിച്ചാൽ 729. ഇവിടെ നോക്കൂ, 3n 243. നമുക്ക് 3n-1 കാണണം. ഇടയെ -1 ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന 243നെ 3 കൊണ്ട് ഹരിക്കണം. 243നെ 3 കൊണ്ട് ഹരിക്കണം. 243നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 81. അടുത്ത് 2024 ഒരു കൂലി വർക്കിന്റെ പരീക്ഷയ്ക്ക് വന്നാണ്. 10th പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയായിരുന്നു ഇത്. -1 the whole raised to 5 plus -1 the whole raised to 101 plus -1 the whole raised to 200 plus -1 the whole raised to 702. നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം -1ന്റെ പവറായിട്ടാണ് എഴുതിയേക്കുന്നത്. മക്കളെ, -1ന് പവറായിട്ട് ഇതൊരു സ്ഥിരം PSC ക്വസ്റ്റ്യനാണ്. 1ന് പവറായിട്ടെന്നല്ല, പവറായിട്ട് -1 എന്നല്ല, -1ന് പവറായി. ഇതങ്ങ് പഠിച്ചു വെച്ചോളുക. -1ന് പവറായി ഒരു ഇരട്ട സംഖ്യ വന്നാൽ അത് 1 ആയിരിക്കും. -1ന് പവറായി ഒരൊറ്റ സംഖ്യ വന്നാൽ അത് -1 ആയിരിക്കും. കാണാതെ പഠിച്ചു വെച്ചേക്കണേ. -1ന് പവറായി മോളിൽ ഒരു ഇരട്ട സംഖ്യ വന്നാൽ അത് 1 ആയിരിക്കും. -1ന് പവറായി ഒരൊറ്റ സംഖ്യ വന്നാൽ അത് -1 ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ -1 the whole square എന്ന് പറഞ്ഞാൽ എന്തുവാ? -1 × -1, -1ഉം -1ഉം +1 1 ആവും. -1 the whole cube നോക്ക്. -1 × -1 × -1, -1ഉം -1ഉം 1, 1ഉം -1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആവും. ഇനി -1 the whole raised to 4, -1 × -1 × -1 × -1, 2 -1 1, 2 -1 1, 1 × 1 1. കണ്ടോ? -1 the whole raised to 5, -1 × -1 × -1 × -1 × -1, -1ഉം -1ഉം 1, -1ഉം -1ഉം 1, പിന്നെ ഒരു -1, 1ഉം 1ഉം 1, 1ഉം -1ഉം വന്നാൽ -1. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, -1ന്റെ മുകളിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ അത് 1 ആണ്, -1ന്റെ മുകളിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ അത് -1 ആണ്. അപ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ചോളുക. -1ന്റെ മുകളിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ 1, -1ന്റെ മുകളിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ -1. അപ്പോൾ ഒന്നുകൂടെ, -1 the whole raised to 100 ഇരട്ട സംഖ്യ 1, -1 the whole raised to 91 ഒറ്റ സംഖ്യ -1, -1 raised to 7 ഒറ്റ സംഖ്യ -1, -1 raised to 50 ഇരട്ട സംഖ്യ 1. ഇനി ഇവിടേക്ക് വാ. -1 raised to 5 ഒറ്റ സംഖ്യയാണ്, അപ്പം -1.
ഇടക്കത്തെ പ്ലസ് കൊടുത്തു. -1 ദ ഹോൾ റൈസ് ടു 101. എടേ മക്കളെ 101 ഒരൊറ്റ സംഖ്യയാണ്, അപ്പോൾ അത് -1. ഇടക്കത്തെ പ്ലസ് കൊടുത്തു. -1 ദ ഹോൾ റൈസ് ടു 200. 200 ഒരു ഇരട്ട സംഖ്യയാണ് 1. ഇടക്കത്തെ പ്ലസ് കൊടുത്തു. -1 ദ ഹോൾ റൈസ് ടു 702. 702 ഒരു ഇരട്ട സംഖ്യയാണ് 1. ഇനി ഇവരുടെ വാല്യൂ കണ്ടാൽ മതി. അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് പറയാം. -1ഉം 1ഉം ക്യാൻസൽ, -1ഉം 1ഉം ക്യാൻസൽ, എല്ലാവരും ക്യാൻസൽ, 0. അല്ല തന്നെ നിങ്ങൾ ചിന്തിക്കേ, -1ഉം -1ഉം -2. -2ൽ നിന്ന് 1 കൂട്ടിയാൽ -1, -1ഉം 1 കൂടെ കൂട്ടിയാൽ 0. അല്ലേ തന്നെ നിങ്ങൾ നോക്കൂ, -1ഉം 1ഉം ചേരുമ്പോൾ 0 ആവും, -1ഉം 1ഉം ചേരുമ്പോൾ 0 ആവും, എന്തായാലും 0 ആയി പോകും. ഒന്നുകൂടെ, -1 ദ ഹോൾ റൈസ് ടു 5. പവർ നെഗറ്റീവ്, ഒറ്റ സംഖ്യ -1, ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു. -1 ദ റൈസ് ടു 101 ഒറ്റ സംഖ്യ -1, ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു. -1 റൈസ് ടു 200 ഇരട്ട സംഖ്യ 1, ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു. -1 റൈസ് ടു 702 ഇരട്ട സംഖ്യ 1. -1ഉം +1ഉം ക്യാൻസൽ ആവും, കാര്യം 1 -1 0 -1ഉം +1ഉം ക്യാൻസൽ ആവും, കാര്യം 1 -1 0 എല്ലാരും ക്യാൻസൽ ആയ ഇവിടെ 0 വന്നു. അല്ല ഇങ്ങനെ ചിന്തിക്കും, -1 -1 -2 -2ഉം 1 കൂടെ കൂട്ടുമ്പോൾ -1 -1ഉം +1 കൂടെ ചേരുമ്പോൾ 0. ഓക്കെ, -1ന് ഒരു ഇരട്ട സംഖ്യ, ഞാൻ വീണ്ടും പറയുന്നു, 1ൻ്റെയോ പവറായിട്ട് -1ഓ അങ്ങനെ ഒന്നും അല്ല പറയുന്നത്, -1ന് മാത്രം പവറായി ഒരു ഇരട്ട സംഖ്യ വന്നാൽ അത് 1 ആയിരിക്കും. -1ന് മാത്രം പവറായി ഒരൊറ്റ സംഖ്യ വന്നാൽ അത് -1 ആയിരിക്കും. അടുത്ത് 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും എന്നതാണ് ചോദ്യം. 2023 10th പ്രിലിംസിന് വന്ന ചോദ്യമാണ്. അന്ന് പരീക്ഷ എഴുതിയവരെല്ലാവരും തെറ്റിച്ച ചോദ്യം. 2/10 എത്രയോ ഒരു സംഖ്യ കൂട്ടി, നമുക്കറിയില്ല ആ സംഖ്യ, അപ്പോൾ നമുക്ക് 2/11 കിട്ടും. അന്ന് പരീക്ഷ എഴുതിയവർ × x എന്നൊക്കെയാണ് എഴുതിയത്. ഇവിടെ ചോദ്യം ഇച്ചിരി ടൈറ്റാണ്. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? ഒന്നുകൂടെ പറയുന്നു, 2/10 എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, അതിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടി ഞാൻ അതിനെ x എന്ന് വിളിച്ചു, അപ്പോൾ നമുക്ക് 2/11 കിട്ടും. ഇത് താഴെ കൊണ്ടുപോയി ഡിവിഷനൊക്കെ എഴുതി 2 എന്നൊക്കെ എഴുതാൻ തോന്നുന്നു, അങ്ങനൊന്നും എഴുതരുത്. 2/10 ഏതോ ഒരു സംഖ്യ ഗുണിച്ചാലെന്നൊക്കെ പറഞ്ഞാൽ a/b a/m ദ ഹോൾ റൈസ് ടു n പരുവത്തിലൊക്കെ വരും. a/m ഡിവൈഡഡ് ബൈ a/n പരുവത്തിലൊക്കെ വരും. ഇതങ്ങനല്ല. ഒന്നുകൂടെ, 2/10 ഏതോ ഒരു സംഖ്യ കൂട്ടി, നമുക്കറിയത്തില്ല ആ സംഖ്യ, ഞാൻ അതിനെ x എന്ന് വിളിച്ചു, അപ്പോൾ നമുക്ക് 2/11 കിട്ടും. അപ്പൊ മക്കളെ x കാണാൻ നോക്കിക്കോണം, ഇവിടെ ഓൾറെഡി ഒരു 2/11 ഉണ്ട്. ഈ 2/10 അപ്പുറത്ത് പോയി മൈനസ് ആവും. 2/11 -2/10 എന്ന് വരും. കാര്യം ഒരു പ്ലസ് സംഖ്യ അപ്പുറത്ത് പോകുമ്പോൾ മൈനസും ഒരു മൈനസ് സംഖ്യ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസും ഇൻറ്റു ഡിവിഷനും ഡിവിഷൻ ഇൻറ്റുവും ഒക്കെ ആവും. ഓക്കെ, ഇനി ഇത് വേറെ ഒരു രീതിയിലും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പറയാൻ കാര്യം ഇൻറ്റൂനും ഡിവിഷനും ഒക്കെ റൂളുള്ളൂ, അല്ലാത്തതിനൊന്നും റൂൾ ഇല്ല അല്ലേ? ആലോചിച്ച് നോക്ക്. അതായത് സെയിം ബേസ് വന്ന സംഖ്യകൾ ഗുണിക്കാൻ റൂളുണ്ട്, ഹരിക്കാനും റൂളുണ്ട്. ഇതിന് അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും റൂളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു 2/10 കോമൺ എടുക്കാം, ഇവിടെ നിന്നും നമുക്കൊരു 2/10 കോമൺ എടുക്കാം. കാര്യം ഇവിടെ 2 11 പ്രാവശ്യമുണ്ട്, ഇവിടെ 2 10 പ്രാവശ്യമാണ്. ഇപ്പം രണ്ടിടത്തു നിന്നും 2 10 പ്രാവശ്യം നമുക്ക് കോമൺ എടുക്കാം. കാര്യം ഇവിടെ 2 11 പ്രാവശ്യമുണ്ട്, ഇവിടെ 2 10 പ്രാവശ്യം. അപ്പം x സമം 2/10 നമുക്ക് ഇവിടുന്നും കോമൺ എടുക്കാം. ഇവിടുന്നും കോമൺ എടുത്താൽ 2/11 നിന്ന്
2/10 കോമൺ എടുത്താൽ ബാക്കി 2/1 കാര്യം 2/11 നിന്ന് 2/10 നമ്മൾ മാറ്റി, ബാക്കി 2/1 അവിടെ ഉണ്ട് 11ന്റെ. ആലോചിച്ചു. മൈനസ് 2/10 നിന്ന് 2/10 തന്നെ കോമൺ എടുത്തു, ബാക്കി ഇവിടെ ആരുമില്ലെങ്കിൽ അവിടെ 1. ഇനി നമുക്ക് അവരെ ഇങ്ങനെ എഴുതാം. 2/10 ഇൻറ്റു ഇത് 2/1 ആണ്, 2 മൈനസ് 1, 2ൽ നിന്ന് പോയാൽ 1. 2/10 ഇൻറ്റു 1 എന്ന് വരും. 2/10 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മക്കളെ 2/10 തന്നെയാണ്. കാര്യം 1 കൊണ്ട് ഒരു സംഖ്യ ഗുണിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ ഇവിടെ 2/10 ആണ് എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. 2/10 ഓപ്ഷൻ ബി. ഇതിനൊരു എളുപ്പവഴിയുണ്ട്, ഞാൻ എളുപ്പവഴി പറയാം. എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതിന്റെ പ്യുവർ കൺസെപ്റ്റ് ഞാനൊന്ന് പറയാം. 2/10 ഏതോ ഒരു സംഖ്യ കൂട്ടി ഞാൻ ആ സംഖ്യ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ 2/11 കിട്ടും. അപ്പൊ ആ സംഖ്യ എക്സ് കാണാൻ ഇവിടെ ഓൾറെഡി 2/11 ഉണ്ട്. ഈ 2/10 അപ്പുറത്ത് പോയി മൈനസ് ആവും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 2/11 മൈനസ് 2/10. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണാൻ. നിങ്ങൾ നോക്ക്, ഇവിടെയും ഒരു 2/10 ഉണ്ട്, അവിടെയും ഒരു 2/10 ഉണ്ട്. 2/10 രണ്ടിടത്തും കോമൺ ആയി വരുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, ഇവിടെ 2 11 പ്രാവശ്യം, ഇവിടെ 2 10 പ്രാവശ്യം. രണ്ടിടത്തു നിന്നും 2/10 കോമൺ എടുത്തു. 2/11 നിന്ന് 2/10 കോമൺ എടുത്താൽ ബാക്കി 2/1 മൈനസ് 2/10 നിന്ന് 2/10 തന്നെ കോമൺ എടുത്താൽ ബാക്കി അവിടെ 1. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 2/10 ഇൻറ്റു നമുക്കറിയാം 2ൽ നിന്ന് 2/1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1. ഇത് 2 മൈനസ് 1 അല്ലേ? 2/1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1, 2ൽ നിന്ന് 1 പോയാൽ 1. 2/10 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2/10 തന്നെയാണ്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഈ സാധനം ചെയ്യുക. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇത് മത്സര പരീക്ഷകളിൽ ഒരു കോമൺ ചോദ്യമാണ്. അതായത് 2/10 എത്ര കൂട്ടിയാൽ 2 തൊട്ടടുത്ത പവറെ ചോദിക്കും. 2/11 കിട്ടും. ഇങ്ങനെ ഒരു ചോദ്യം വന്നു. ഇതിന്റെ 2-3 പാറ്റേൺ നമുക്ക് പറയാം. 4/8 എത്ര കൂട്ടിയാൽ 4/9 കിട്ടും. 5/40 എത്ര കൂട്ടിയാൽ 5/41 കിട്ടും. 3/70 എത്ര കൂട്ടിയാൽ 3/71 കിട്ടും. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം ഇവരുടെ ബേസ് എത്രയാണോ അതിൽ നിന്ന് 1 കുറയ്ക്കാം. രണ്ടുപേരുടെയും ബേസ് 2, സെയിം ബേസ് ആയിരിക്കും 2. 2ൽ നിന്ന് 1 കുറയ്ക്കാം ഇൻറ്റു 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ഇൻറ്റു ആദ്യത്തെ കൃത്യംഗം അങ്ങ് എഴുതുക. 2/10 2/11. ഇതിൽ ഏറ്റവും ചെറിയ കൃത്യംഗം, അതായത് 2/11 ആക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ കൃത്യംഗം 2/10. 1 ഇൻറ്റു 2/10 ആണ് നമ്മുടെ ഉത്തരമായി വരിക. 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 ഗുണിക്കാലും ഹരിച്ചാലും അത് തന്നെയല്ലേ. അപ്പം നമ്മുടെ ഉത്തരം 2/10. ഒന്നുകൂടെ ചോദ്യത്തിന്റെ പാറ്റേൺ പറയുന്നു. 2/10 എത്ര കൂട്ടിയാൽ 2/11 ആവും. രണ്ടുപേരുടെയും ബേസ് 2, 2ൽ നിന്ന് 1 കുറച്ചു 1 ഇൻറ്റു ആദ്യത്തെ കൃത്യംഗം 2/10. 1 ഇൻറ്റു 2/10 എന്ന് പറഞ്ഞാൽ 2/10. അപ്പൊ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, എടാ ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യവും ഇത് തന്നെയാണോ? നമുക്ക് 5-6 നോക്കാം. 5/6 എത്ര കൂട്ടിയാൽ 5/7 ആവും. അടുത്തൊരെണ്ണം 3/8 എത്ര കൂട്ടിയാൽ 3/9 ആവും. 50/11 എത്ര കൂട്ടിയാൽ 50/12 ആവും. അപ്പൊ നമുക്ക് നോക്കാം. 5/6 എത്ര കൂട്ടിയാൽ 5/7 ആവും. ഇവരുടെ രണ്ടുപേരുടെയും ബേസ് 5 ആണ്. 5ൽ നിന്ന് 1 കുറച്ചാൽ 4 ഇൻറ്റു ആദ്യത്തെ കൃത്യംഗം 5/6. അപ്പൊ ഇവിടുത്തെ ഉത്തരം വരിക
4 × 5⁻6 ആയിരിക്കും. ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ വരും. അടുത്ത 3⁸8നോട് എത്ര കൂട്ടിയാൽ 3�9 ആവും? ഇവരുടെ രണ്ടുപേരുടെയും ബേസ് 3. 3ൽ നിന്നൊന്ന് കുറച്ചാൽ 2 ഇൻറ്റു ആദ്യത്തെ കൃത്യംഗം 2 × 3⁸8. അടുത്തത് 50⁻11നോട് എത്ര കൂട്ടിയാൽ 50⁻12 ആവും? ഇവരുടെ രണ്ടുപേരുടെയും ബേസ് 50. 50ൽ നിന്നൊന്ന് കുറച്ചാൽ 49 ഇൻറ്റു ആദ്യത്തെ കൃത്യംഗം 50⁻11. നമ്മൾ ചെയ്ത ചോദ്യം 2⁻10നോട് എത്ര കൂട്ടിയാൽ 2⁻11 കിട്ടും? രണ്ടുപേരുടെയും ബേസ് 2. ആ 2ൽ നിന്നൊന്ന് കുറയ്ക്കുമ്പോൾ 1 ഇൻറ്റു ആദ്യ കൃത്യംഗം 2⁻10. 1 ഇൻറ്റു 2⁻10 എന്ന് പറഞ്ഞാൽ അത് 2⁻10 തന്നെയാടാ കുഞ്ഞുങ്ങളെ. അടുത്ത ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം, എന്നിട്ട് അതിലേക്ക് തിരിച്ചു വരാം. 2024 വന്ന ഒരു ചോദ്യമാണ്. SCERT ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു ചോദ്യമാണ്. 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ ദശാംശ രൂപം എഴുതുക എന്നതാണ് ചോദ്യം. അപ്പം ഇത് പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ 1/5 × 2 എന്ന് എഴുതാറുണ്ട്. 1/5² × 2² എന്നൊക്കെ എഴുതാറുണ്ട്. അതിലോട്ടൊന്നും പോകാതെ സിമ്പിളായിട്ട് പറയാം. ഞാൻ ഈ ചോദ്യത്തെ 1/5 പ്ലസ് 1/5² എന്ന് പറഞ്ഞാൽ 5² നമുക്ക് എല്ലാവർക്കും അറിയാൻ 25 പ്ലസ് 1/5³ എന്ന് പറഞ്ഞാൽ 5³ നമുക്ക് എല്ലാവർക്കും അറിയാം 125. ഇവിടെ ഒരു ഓക്കെയാണ്. 1/5 പ്ലസ് 1/5² എന്ന് പറഞ്ഞാൽ 1/25 പ്ലസ് 1/5³ എന്ന് പറഞ്ഞാൽ 1/125. ഇത്രയും എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. ഓക്കെ, ഇനി ഇത് ശരിക്കും ചെയ്യുന്ന രീതി കുഞ്ഞുങ്ങളെ 1നെ 5 കൊണ്ട് ഹരിക്കണം, 1നെ 25 കൊണ്ട് ഹരിക്കണം, 1നെ 125 കൊണ്ട് ഹരിക്കണം, എന്നിട്ട് ഇതിനെ ഒരു ദശാംശമാക്കി മാറ്റണം. അത്യാവശ്യം ടൈറ്റാണ് പരിപാടി. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ താഴത്തെ ഡിനോമിനേറ്ററിനെ എങ്ങനെയെങ്കിലും 10, 100, 1000 ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഈ താഴത്തെ ഡിനോമിനേറ്ററിനെ 10, 100, 1000 താഴെ കിടക്കുന്ന സംഖ്യ. ഇപ്പം ഇവിടെ 5നെ നമുക്ക് 10 ആക്കാം. 5നെ നമുക്ക് 10 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. i2 10. ഈ 2 തന്നെ മേളിലും ഗുണിക്കണം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എടാ, ഒരു സംഖ്യയിൽ ഒരിടത്ത് മാത്രമായിട്ട് നമുക്കൊരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ 2 ഗുണിച്ചാൽ അവിടെയും ഗുണിക്കണം. ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ട്, 2 പേർക്കും മുട്ടായി വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം, അല്ലെങ്കിൽ അത് വഴക്കാവും. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, അവിടെയും 2 കൊണ്ട് ഗുണിച്ചു. ഇനി 25നെ നമുക്ക് 10 ആക്കാൻ പറ്റത്തില്ല, പക്ഷെ 100 ആക്കാം. എങ്ങനെയാ? 25 × 4 = 100. ഇതേ 4 തന്നെ മേളിലും ഗുണിക്കാം. ഇനി 125നെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാൻ പറ്റില്ല, പക്ഷെ 1000 ആക്കാം. 125 × 8 1000. ഇതേ 8 തന്നെ മേളിൽ ഗുണിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാ അതങ്ങനെ എടുത്തേ? എടാ, 125, അതായത് 1000 എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ചിന്തിക്കുക. 1000 എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബും 2ന്റെ ക്യൂബും കൂടെ ഗുണിക്കുമ്പോഴാണ് 10ന്റെ ക്യൂബ് കിട്ടുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. 2ന്റെ ക്യൂബ് 8, അല്ലെ 125 × 2 ചെയ്യുമ്പോൾ 250 ആവും, 4 ചെയ്യുമ്പോൾ 500 ആവും, പിന്നെയും ഒരു 4 500, അങ്ങനെ 4 4 8 എന്ന രീതിയിൽ ചിന്തിക്കാം. ഇനി എന്ത് ചിന്തിച്ചാലും സാരമില്ല, ഈ ഒരു കൺവേർഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചോണം. ഇത് ഒരുപാടിടത്ത് വരും, ഉറപ്പിച്ചോ. 125 × 8 1000, 25 × 4 100, 5 × 2 10. ഓക്കെ, ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയും. 1/5 പ്ലസ് 1/5² എന്ന് പറഞ്ഞാൽ മക്കളെ അത് 1/25 ആണ്. പ്ലസ് 1/5³ എന്ന് പറഞ്ഞാൽ മക്കളെ അത് 125 ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വരെ ഓക്കെയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി, താഴത്തെ സംഖ്യയോ മേളത്തെ സംഖ്യയും അല്ല, താഴത്തെ സംഖ്യകളെ എപ്പോഴും
10, 100, 1000 ആക്കി മാറ്റുക. 5നെ നമുക്ക് 10 ആക്കാം. ഇൻറ്റു 2, ഈ 2 തന്നെ മേളിലും. 25നെ നമുക്ക് 100 ആക്കാം. ഇൻറ്റു 4, ഈ 4 തന്നെ മേളിലും. 125നെ നമുക്ക് 1000 ആക്കാം. ഇൻറ്റു 8, ഈ 8 തന്നെ മേളിലും. ഇനി ഇതെടുത്ത് എഴുതാം. 1 ഗുണം 2 2, 2/10 താഴെ, പ്ലസ് 1 ഗുണം 4 4, ഡിവൈഡഡ് ബൈ 25 ഗുണം 4 100, പ്ലസ് 1 ഗുണം 8 8 ബൈ 125 ഗുണം 8 1000. ഓക്കെ. ഇനി നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 2/10, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു, 0.2. ഏതെങ്കിലും ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 4നെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റണം. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു സ്ഥാനം നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തു, 0.04 പ്ലസ്. 8നെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ, 2 സ്ഥാനം നമ്മൾ കയ്യിൽ നിന്ന് പോയിന്റ് ഇട്ടു, 0.008. ഓക്കെ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 0.2, 0.04, 0.008. മക്കളെ 8, 4, 2 പോയിന്റ് 0.248 ആണ് നമ്മുടെ ഉത്തരമായി വരിക. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 2നെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 0.2. 4നെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 2 സ്ഥാനമാകുമ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ, ഇവിടെ ഒരു സ്ഥാനം കൂടെ കൈ നിട്ട്, 0.04. 8നെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം, ഒരു സ്ഥാനമേ ഉള്ളൂ, 2 സ്ഥാനം കൈ നിട്ടു, പോയിന്റ് ഇട്ടു, 0.008. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി 0.248 എന്ന് നമുക്ക് പറയാം. 2023 ഖാദി ബോർഡ് LDCക്ക് വന്ന മറ്റൊരു ചോദ്യമാണിത്. കണ്ടോ, 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിന്റെ ദശാംശ രൂപം എഴുതുക എന്നതാണ് ചോദ്യം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ വന്നേ ഉള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1/2 നമ്മൾ അതുപോലെ എഴുതി, പ്ലസ് 1/2 സ്ക്വയർ നമുക്കെല്ലാവർക്കും അറിയാം, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, പ്ലസ് 1/2 ക്യൂബ് നമുക്കെല്ലാവർക്കും അറിയാം 8. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എൻ്റെ വാല്യൂ കാണണം. ഓക്കെ ആണോ? ഇത് പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ 1/2ഉം 1/4ഉം 1/8ഉം കണ്ടുപിടിച്ചിട്ട് കൂട്ടി വെക്കുന്ന ആളുകളുണ്ട്. 100% ശരിയാണ്, അതിനകത്ത് ഒരു തെറ്റുമില്ല. മുമ്പോട്ട് വാ. ഇനി അതല്ല, ഞാൻ മുമ്പേ പറഞ്ഞ രീതി വേണേലും ഇത് ചെയ്യാം. താഴെ എങ്ങനെങ്കിലും 10, 100, 1000 ആക്കുക. മക്കളെ 1/2, 2നെ നമുക്ക് 10 ആക്കാം, 5 കൊണ്ട് ഗുണിക്കുക, ഈ 5 തന്നെ മേളിലും. 4നെ നമുക്ക് 10 ആക്കാൻ പറ്റത്തില്ല, 100 ആക്കാം. 4 ഗുണം 25 100, ഈ 25 തന്നെ മേളിലും. അതെങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ മുമ്പേ ഞാൻ പറഞ്ഞു, ഒന്ന് പഠിച്ചു വെക്കണമെന്ന്. അല്ലേ തന്നെ 2 10 എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ ഇൻറ്റു 5ന്റെ സ്ക്വയർ വരുമ്പോഴാണ് ഈ 2 10ന്റെ സ്ക്വയർ ആവുന്നത്. അങ്ങനെ ചിന്തിക്കാം. അല്ലെ 4നെ 100 ആക്കാൻ 25 കൊണ്ട്. ഇനി 8നെ നമുക്ക് 10 ആക്കാൻ പറ്റത്തില്ല, 100 ആക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം 1000 ആക്കാം. 8 ഗുണം 125 ആണ് 1000. ഇതേ 125 തന്നെ മേളിലും ഗുണിക്കുക. ഓക്കെ ആണോ? അപ്പോ ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 1/2 പ്ലസ് 1/2 സ്ക്വയർ 4 പ്ലസ് 1/2 ക്യൂബ് 8. താഴത്തെ സംഖ്യ 10, 100, 1000 ആക്കുക. മക്കളെ 2നെ 10 ആക്കാൻ ഇൻറ്റു 5, ഈ 5 തന്നെ മേളിൽ. ഇനി 4നെ 100 ആക്കാൻ ഇൻറ്റു 25, ഈ 25 തന്നെ മേളിൽ. 8നെ 1000 ആക്കാൻ, 8നെ നമുക്ക് ഈസി ആയിട്ട് 1000 ആക്കാം, ഇൻറ്റു 125, ഈ 125 തന്നെ മേളിൽ. വീണ്ടും പറയുന്നു,
5 2 10, 25 ഗുണം 4 100, 125 ഗുണം 8 1000. ഇനി 5 1 5, 5/10 പ്ലസ് 25 1 25, 25/100 പ്ലസ് 125 ഇൻറ്റു 1 125, 8 ഇൻറ്റു 125 1000. ഒന്നുകൂടെ 5 1 5, 5 2 10, 5/10, 25 1 25, 4 25 100, 25 125 ഗുണം 1 125, 8 ഗുണം 125 1000. ഇനി ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 0.5. ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 0.25. ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 0.125. ഇനി ഇതെല്ലാം കൂട്ടുക. 5 5 2 7, 5 2 7 3 8. നമ്മുടെ ഉത്തരം 0.875. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആയി വരുന്നുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് നോക്കി വെക്കുക. ഈ അടുത്ത് നടന്ന LGSന്റെ മെയിൻസിന് വന്ന ഒരു ചോദ്യമാണ്. പണ്ട് സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് അന്യം നിന്ന് പോയിട്ടുണ്ടായിരുന്നു, വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക ഈ ചോദ്യം. ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരും ഉണ്ട്. ആകെ കാലുകൾ 70-ഉം ആകെ തലകൾ 30-ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരു സ്ഥലത്ത് 4 കാലുള്ള കുറേ പേരെ പറയും, 2 കാലുള്ള കുറേ പേരെ പറയും. എന്നിട്ട് 4 കാലുള്ളവരുടെ എണ്ണവും 2 കാലുള്ളവരുടെ എണ്ണവും ഒക്കെ പറയും. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് മനുഷ്യനും പശുവായിരിക്കും. പശുവിന് 4 കാല്, മനുഷ്യന് 2 കാല്. ചിലപ്പോൾ പശുവും കോഴിയായിരിക്കും. പശുവിന് 4 കാല്, കോഴിക്ക് 2 കാല്. ഓക്കെ. ഇനി ആടും ആടും മനുഷ്യനുമായിരിക്കും. ആടിന് 4 കാല്, മനുഷ്യന് 2 കാല്. ഇങ്ങനെ 2 കാലും 4 കാലുള്ളവരുടെ കുറച്ച് ചോദ്യങ്ങളാണ് ഈ മോഡലിൽ വരിക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 4 കാലുള്ളവനായാലും 2 കാലുള്ളവനായാലും തല ഒന്നേ ഉള്ളൂ. മനുഷ്യനായാലും ഒരു തലയേ ഉള്ളൂ, പശുവിനായാലും ഒരു തലയേ ഉള്ളൂ, മുയലിനായാലും ഒരു തലയേ ഉള്ളൂ, കോഴിക്കായാലും ഒരു തലയേ ഉള്ളൂ, ആടിനായാലും ഒരു തലയേ ഉള്ളൂ. ഓക്കെ. കാലായിരിക്കും വ്യത്യാസമായിട്ട് വരിക. ഇത് എക്സും വൈയും ഒക്കെ എടുത്ത് ചെയ്യാം. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല തൽക്കാലം. ഇവിടെ കുറച്ച് പശുക്കളും മനുഷ്യരും ഉണ്ട്. അപ്പോഴേ നമ്മൾ മനസ്സിലായിക്കോണം 4 കാലുള്ളവരും 2 കാലുള്ളവരും ഉണ്ട്. ഇനി ഇവിടെ ആകെ കാലുകളുടെ എണ്ണം നമ്മളോട് പറയുന്നു 70. തലകളുടെ എണ്ണം 30. ഇപ്പറേ ആയപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിക്കോണം, തല ഇവിടെ 30 ഉള്ളൂ എന്ന് പറഞ്ഞാൽ പശുവും മനുഷ്യനും എല്ലാം കൂടെ 30 പേരേ ഉള്ളൂ. കാര്യം എല്ലാവർക്കും ഓരോ തല വെച്ചുണ്ട്. തലയില്ലാത്തവരാരുമായിട്ട് ആരുമില്ല. ആലോചിച്ച് നോക്ക്. ഇപ്പം എന്തായാലും 30 പേരുണ്ട് അവിടെ. പശുവും മനുഷ്യനുമായിട്ട് 30 പേര്. ഇനി ഇവിടെ പശുക്കളുടെ എണ്ണവും മറ്റേ മനുഷ്യരുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടിയത്. മക്കളെ, ഇത്തരം ചോദ്യങ്ങളിൽ നിങ്ങൾ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളുക. 4 കാലികളുടെ എണ്ണം കാണാൻ, ഒന്നുകൂടെ പറയുന്നു, 4 കാലികളുടെ എണ്ണം കാണാൻ. 4 കാലി എന്ന് പറയുമ്പോൾ അത് പശു, അത് മനുഷ്യൻ, 4 കാലി എന്ന് പറയുമ്പോൾ അത് പശു, അതുപോലെ ആട്, മുയല്, ഇങ്ങനെ 4 കാലികളുടെ എണ്ണം കാണാൻ ആകെ കാലുകളുടെ എണ്ണത്തിന്റെ പകുതി എടുക്കുക. ആകെ കാലുകൾ എത്ര? 70. 70ന്റെ പകുതി 35. ആ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. ആകെ കാലുകളുടെ എണ്ണത്തിന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. ആകെ കാലുകളുടെ എണ്ണത്തിന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. ആകെ കാലുകൾ 70. 70ന്റെ പകുതി 35. 35ൽ നിന്ന് 30 കുറച്ചു, നമുക്ക് കിട്ടിയ 5. ഇതായിരിക്കും 4 കാലികളുടെ എണ്ണം. 4 കാലി ഇവിടെ പശുവാണ്. പശുവിന്റെ എണ്ണം നമുക്ക് മനസ്സിലായടെ 5. ഓക്കെ ആണോ? ഇത് വേണമെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ നോട്ടിൽ എവിടെയെങ്കിലും എഴുതിയിട്ടോ. 4 കാലുള്ളവരും 2 കാലുള്ളവരുടെയും ചോദ്യത്തിൽ 4 കാലുകളുടെ എണ്ണം കാണാൻ എപ്പോഴും
ആകെ കാലുകളുടെ എണ്ണത്തിന്റെ പകുതി എടുക്കുക, തലകളുടെ എണ്ണം കുറയ്ക്കുക. ആകെ കാലുകളുടെ എണ്ണത്തിന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. ഇവിടെ ആകെ കാലെന്ന് പറയുന്നത് 70. അതിന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറച്ചു. 70ന്റെ പകുതി 35. 35ൽ നിന്ന് 30 പോകുമ്പോൾ നാൽക്കാലികളുടെ എണ്ണം നമുക്ക് കിട്ടും 5. ഇവിടെ പശു എന്ന് പറയുന്നതാണ് നാൽക്കാലി 5. ഇനി നിങ്ങൾ പറ, പശു 5. നിങ്ങൾക്കറിയാം ഇവിടെ ആകെ തല എന്ന് പറയുന്നത് 30ആണ്. ആകെ തല എന്ന് പറയുന്നത് 30ആണ്. പശു 5 എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രയാന്ന് ചോദിച്ചാൽ 30ൽ നിന്ന് 5 പോയിട്ട് 25ആണ്. അപ്പൊ ചിലർ ചിന്തിക്കുക എന്താ എടേ ആകെ ഇവിടെ മനുഷ്യനും പശുവും കൂടെ ചേർത്ത് 30 തലയാകെ ഉള്ളത്. അതിൽ 5 പശു ഉണ്ടെങ്കിൽ 5 തല പശുവിൻ്റെതാണ്. അപ്പൊ 30ൽ നിന്ന് 5 പോയിട്ട് ബാക്കി 25 തല മനുഷ്യൻ്റെതാണ്. അപ്പൊ മനുഷ്യന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 25. അപ്പൊ നമുക്ക് മനസ്സിലായി പശു 5 എണ്ണമാണ്, മനുഷ്യൻ 25 എണ്ണമാണ്. നമ്മളോട് എന്തോ ചോദിച്ചേ, ആ മനുഷ്യരുടെ എണ്ണവും പശുവിൻ്റെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനും പശുവും 5ഉം 25ഉം വെച്ചാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം മക്കളെ 20ആണ്. കാര്യം മനുഷ്യൻ 25, പശു 5. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം മക്കളെ 20. ഓപ്ഷൻ ഡി. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. അപ്പോൾ ഒരു കന്നുകാലി ചന്തയിൽ കുറേ മനുഷ്യരുമുണ്ട്, പശുവുണ്ട്. കാല് മൊത്തം നമ്മളോട് പറയുന്നു 70, തല മൊത്തം നമ്മളോട് പറയുന്നു 30. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യർക്കും എല്ലാ മൃഗങ്ങൾക്കും തല ഒന്നേ ഉള്ളൂ. അപ്പോഴേ ഉറപ്പിച്ചോണം, തല 30 തലയുണ്ടെങ്കിൽ അവിടെ മനുഷ്യനും പശുവും എല്ലാം കൂടെ 30 പേരേ ഉള്ളൂ. കാര്യം തല 30. ഇനി ഇത്തരം ചോദ്യങ്ങളിൽ നാൽക്കാലികളുടെ 4 കാലുള്ളവരുടെ എണ്ണം കാണാൻ, പശു, ആട്, മുയല്, നാൽക്കാലികളുടെ എണ്ണം കാണാൻ ആകെ കാലുകളുടെ പകുതി എടുക്കുക, തലകളുടെ എണ്ണം കുറയ്ക്കുക. ആകെക്കാൽ 70. 70ന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. 70ന്റെ പകുതി 35. 35ൽ നിന്ന് 30 പോകുമ്പോൾ പശുവിൻ്റെ എണ്ണം 5 എന്ന് കിട്ടും. ഇവിടെ നാൽക്കാലി എന്ന് പറയുന്നത് പശുവാണ്, അത് 5 ആണെന്ന് മനസ്സിലാവും. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ ആകെ 30 തലയാണുള്ളത്. ആ 30 തലയിൽ 5 പശു ഉണ്ടെന്ന് പറഞ്ഞാൽ 5 തല പശുവിൻ്റെതാണ്. അപ്പോൾ 30ൽ നിന്ന് 5 തല പോയിട്ട് ബാക്കി 25 തല മനുഷ്യൻ്റെതാണ്. പശു 5, മനുഷ്യൻ 25. നമുക്ക് ഇവരുടെ എണ്ണത്തിന്റെ വ്യത്യാസം വേണം. 5ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം എൻ്റെ പൊന്നുമക്കളെ 20. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇതുപോലൊരു ചോദ്യം ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഈ ചോദ്യം ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാനും ശ്രമിക്കാം. ഒരു കന്നുകാലി ചന്തയിൽ കുറച്ച് മനുഷ്യരും ആടുകളുമുണ്ട്. ആകെ കാലുകളുടെ എണ്ണം 60ഉം തലകളുടെ എണ്ണം 20ഉം ആയാൽ മനുഷ്യർ എത്രാന്നും ആടുകൾ എത്രാണെന്നും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചോദ്യം വായിക്കുമ്പോഴേ മനസ്സിലാവും ആകെ തല 20. എല്ലാവർക്കും ഓരോ തല വെച്ചേ ഉള്ളൂ. അപ്പം മനുഷ്യരുടെ എണ്ണവും മറ്റേ ആടുകളുടെ എണ്ണവും കൂടെ ചേർത്ത് 20. കാര്യം 20 പേരെ അവിടെ ആകെ ഉള്ളൂ, എല്ലാവർക്കും ഒരു തലയുള്ളൂ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ നാൽക്കാലികളുടെ എണ്ണം കാണാൻ, ഇവിടെ അത് ആടാണ്, ആടിനല്ലേ 4 കാല്. നാൽക്കാലികളുടെ എണ്ണം കാണാൻ ആകെ കാലുകളുടെ എണ്ണത്തിന്റെ പകുതിയിൽ നിന്ന് തലകളുടെ എണ്ണം കുറയ്ക്കുക. 60ന്റെ പകുതി മക്കളെ 30. 30ൽ നിന്ന് 20 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 10 കിട്ടും. നാൽക്കാലികൾ ആരാണോ അവരുടെ വാല്യൂ 10 ആണ്. ഇവിടെ 4 എന്ന് പറയുന്നത്, നാൽക്കാലികൾ എന്ന് പറയുന്നത് ആടാണ്. ആട് നമുക്ക് മനസ്സിലായി 10 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ എത്ര ഉണ്ട് ആലോചിച്ചു നോക്ക്. നിങ്ങൾക്കറിയാം മൊത്തം തല 20 ആണ്. ആടും മനുഷ്യന്റെ തലകൾ 20 ആണ്. എല്ലാവർക്കും ഓരോ തല വെച്ചേ ഉള്ളൂ. അതിൽ 10 തല ആടിൻ്റെതാണ്, 20ൽ 10 പോയിട്ട് 10 തല മനുഷ്യൻ്റെതാണ്. അപ്പോൾ ആട് 10, മനുഷ്യൻ 10. ആട് 10, മനുഷ്യൻ 10. അടുത്ത ചോദ്യം, ക്ലോക്കുമായി ബന്ധപ്പെട്ട് ഈ 10th ലെവൽ LGS ലെവൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള, അതായത് 10th പ്രിലിംസ് LGS, ഇവർക്ക് 2 പേർക്കുമാണ് ഒരേ സിലബസ്. ഈ 10th LGS പരീക്ഷകളിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 2022 10th പ്രിലിംസിന് വന്നതാണ്. മക്കളെ, നിങ്ങളോട് എല്ലാവരോടും പൊതുവിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം,
ക്ലോക്കിൻ്റെ കോണളവും ക്ലോക്കിൻ്റെ മിറർ ഇമേജും പഠിക്കാതെ ഒരു പരീക്ഷയ്ക്കും പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ 10th പ്രിലിംസിൽ ക്ലോക്ക് എന്ന് പറയുന്ന സിലബസ് ഇല്ല. LGSന്റെ പരീക്ഷകളിൽ ക്ലോക്ക് എന്ന് പറയുന്ന സിലബസ് ഇല്ല. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിനിമം ക്ലോക്കിൻ്റെ കോണളവും ക്ലോക്കിൻ്റെ മിറർ ഇമേജ് പ്രതിബിംബവും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഒന്നുകൂടെ പറയുന്നു, പ്രതിബിംബം നമ്മുടെ ക്ലോക്കിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. പാർട്ട് 1 കിടപ്പുണ്ട് പ്രതിബിംബം. വേണം എഴുതി കിട്ടോ. പ്രതിബിംബം ക്ലോക്കിൻ്റെ പാർട്ട് 1 കോണളവ് പാർട്ട് 3 കിടപ്പുണ്ട്. ഈ 2 ക്ലാസ് അറ്റ്ലീസ്റ്റ് ഏത് പരീക്ഷയ്ക്ക് പോകുന്നവരാണേലും ഒന്ന് പഠിച്ചു വെക്കുക. പ്രതിബിംബം ക്ലോക്ക് പാർട്ട് 1 പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക നമ്മുടെ ചാനലിൻ്റെ. അതിൽ ക്ലോക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കിടപ്പുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ പ്രതിബിംബവും 3ാമത്തെ ക്ലാസ്സിൽ കോണളവും ഡീറ്റെയിൽ ആയി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3:15 ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, കോണളവ് കാണാനൊരു എളുപ്പവഴിയുണ്ട്. ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓടിച്ച് പറയാം. ഏതൊരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും തമ്മിലുള്ള കോണളവ് കാണാൻ 30h മൈനസ് 11m/2 ആണ്. ഒന്നുകൂടെ പറയുന്നു, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാൻ 30h മൈനസ് 11m/2. ഒന്നുകൂടെ പറയുന്നു, 30h മൈനസ് 11m/2. എച്ചിൻ്റെ സ്ഥാനത്ത് മണിക്കൂർ സൂചിയും എമ്മിൻ്റെ സ്ഥാനത്ത് മിനിറ്റ് സൂചി. എച്ച് അവറും എം മിനിറ്റും. ഇവിടെ 30h എന്ന് പറഞ്ഞാൽ 3 മൈനസ് 11 ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 2. 30 ഗുണം 3 90 മൈനസ് 11 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 165 ആണ്. 165ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്ക് 82.5 ആണ്. 90ൽ നിന്ന് 82.5 കിട്ടും. 90ൽ നിന്ന് 82.5 കുറച്ചു നോക്ക്, നമ്മുടെ ഉത്തരം 7.5 ആണ്. അപ്പം മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവെന്ന് പറഞ്ഞാൽ 7.5 ആണ്. 7.5 ഓപ്ഷനിൽ 7.5 എന്ന് പറഞ്ഞാൽ 7.5 എന്നല്ലേ 0.5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അപ്പോൾ കോണളവിൻ്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. 30h മൈനസ് 11m/2. ഇതാണ് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒന്നുകൂടെ പറയുന്നു, ഈ ഇക്വേഷൻ ചെയ്ത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ആൻസർ കിട്ടുമായിരിക്കും. നെഗറ്റീവ് നിങ്ങൾ നോക്കണ്ട. ഇവിടെ നെഗറ്റീവ് ആൻസർ വന്നിട്ടില്ല. നെഗറ്റീവ് ആൻസർ വന്നാൽ നെഗറ്റീവ് കളഞ്ഞിട്ട് അങ്ങ് എഴുതിയാൽ മതി. കാര്യം ഇവിടെ നമ്മൾ ഇതിൻ്റെ മോഡുലസ് കേവല വില മാത്രം, അതായത് പോസിറ്റീവ് മാത്രമേ എടുക്കുകയുള്ളൂ. നെഗറ്റീവ് വന്നാലും നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട, നെഗറ്റീവ് അങ്ങ് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഈ എച്ചിൻ്റെ സ്ഥാനത്ത് മണിക്കൂർ 30 ഇൻറ്റു 3 മൈനസ് എമ്മിൻ്റെ സ്ഥാനത്ത് മിനിറ്റ് 11 ഇൻറ്റു 15/2. 30 ഗുണം 3 90 മൈനസ് ഇത് വെട്ടാനായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് 11ഉം 15ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 165. 165/2 അതായത് 165ൻ്റെ പകുതി. /2 എന്ന് പറഞ്ഞാൽ പകുതി. 160ൻ്റെ പകുതി 80. 5ൻ്റെ പകുതി 2.5. അപ്പോൾ 82.5 എന്ന് കിട്ടും. മക്കളെ, 90ൽ നിന്ന് 82.5 കുറച്ച് 7.5 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ഉത്തരമായി വരിക. സെറ്റാണ്. ഇനി എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയട്ടെ. ഈ ചോദ്യം വേറെ അല്ല. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3:15 എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കുക, 2 സൂചിയും ഒരിടത്താണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 3:15 2 സൂചി ഒരിടത്തല്ലേ. ഇതുപോലെ വേറെ സമയം എന്ന് പറഞ്ഞാൽ 1:10 2 സൂചി ഒരിടത്തല്ലേ. 1:05 2:10 2 സൂചി ഒരിടത്തല്ലേ. 4:20 2 സൂചി ഒരിടത്തല്ലേ. ഇങ്ങനെ 2 സൂചിയും ഒരിടത്ത് വരുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും ചെയ്യണ്ട, മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. അതായിരിക്കും ഉത്തരമായി വരിക. ഇവിടെ ചോദ്യത്തിലെ മിനിറ്റ് 15 ആണ്. 15ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 7.5 ആണ്. 14ൻ്റെ പകുതി 7, 1ൻ്റെ പകുതി 0.5, 7.5 ഉത്തരം. ഇത് ലോകത്ത് എല്ലായിടത്തും പോയി കാണിക്കരുത്. 2 സൂചിയും ഒരിടത്താണെങ്കിൽ മിനിറ്റിൻ്റെ പകുതി ആയിരിക്കും ഉത്തരമായി വരിക. 2 സൂചിയും ഒരിടത്താണെങ്കിൽ മിനിറ്റിൻ്റെ പകുതി ആയിരിക്കും ഉത്തരമായി വരിക.
ഇനി വേറെ ഉദാഹരണം പറയാം. 1 5, 2 10, ഇനി 6 30, വേറെ ഒരെണ്ണം 7 35, 8 40, 11 55. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1 5, 2 സൂചിയും 1 അപ്പോൾ 5ന്റെ പകുതിയായിരിക്കും ഉത്തരം. 5ന്റെ പകുതി 2.5. 2 10, 1 കണ്ണടച്ച് ആലോചിച്ച് നോക്ക്. 2 സൂചിയും 2 ആയിരിക്കും. മിനിറ്റ് 10, 10ന്റെ പകുതിയായിരിക്കും ഉത്തരം. 10ന്റെ പകുതി 5. 6 30, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 സൂചിയും ഓൾമോസ്റ്റ് 6 അപ്പൊ മിനിറ്റ് 30, 30ന്റെ പകുതി 15 ആയിരിക്കും ഉത്തരമായി വരിക. ഇനി 7 35, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 7 35 എന്ന് പറയുമ്പോൾ 2 സൂചിയും ഓൾമോസ്റ്റ് 7 35ന്റെ പകുതി 17.5 ആയിരിക്കും ഉത്തരമായി വരിക. 8 40, മക്കളെ 2 സൂചിയും 8 40ന്റെ പകുതി 20 ആയിരിക്കും ഉത്തരമായി വരിക. 11 55, മക്കളെ 2 സൂചിയും 11 ആലോചിച്ച് നോക്ക്. 2 സൂചിയും 11 ഓൾമോസ്റ്റ് ഇരിക്കും. 11 2 നല്ല ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ 11 55 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും സൂചിപ്പിക്കുന്ന സൂചികൾ 11 അങ്ങനെയാണ് മിനിറ്റിന്റെ പകുതി ആയിരിക്കും ഉത്തരം. 55ന്റെ പകുതി 55/2, 55നെ 2 കൊണ്ട് ഹരിച്ചു നോക്ക്. 27.5 ഡിഗ്രി ആയിരിക്കും ഉത്തരമായി വരിക. അപ്പൊ ഞാൻ നിങ്ങളോട് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ലോക്കിന്റെ പാർട്ട് 3 കോണളവ് ഇപ്പൊ തന്നെ വേണം നോക്ക്. പ്ലേലിസ്റ്റിൽ ക്ലോക്ക് ഡീറ്റെയിൽ ആയി ചെയ്ത് കിടപ്പുണ്ട്. അതിൽ 3ാമത്തെ ക്ലാസ്സിൽ എന്താണ് കോണളവ്, എങ്ങനെയാണ് കോണളവ് വരിക, ഇക്വേഷനേക്കാൾ ഉപരി ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറ്റുമെങ്കിൽ സമയമുള്ളവരൊക്കെ സമയമുള്ളപ്പോഴൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. പൊതുവിൽ പറഞ്ഞാൽ 30h - 11m/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ എല്ലാ കോണളവും കിട്ടും. പിന്നെ ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ ഉത്തരം വന്നാൽ നിങ്ങൾ നോക്കണ്ട. പിന്നെ ഉള്ളത് ഇനി 2 സൂചിയും ഒരിടത്ത് വരുന്ന ഇത്തരത്തിലുള്ള 1 5, 2 10, 3 4, 3 15, 4 20, 5 25, 6 30, 7 35, 8 40, 9 45, 10 50, 11 55 ഇങ്ങനെ 2 സൂചികളും ഒരിടത്ത് വരുന്ന കേസ് ആണെങ്കിൽ മിനിറ്റിന്റെ പകുതി നീ അങ്ങ് എടുത്താൽ മതി. അതായിരിക്കും ഉത്തരം. ഒരു ഘടികാരം നിശ്ചലമായാൽ ദിവസവും എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും? 2023 യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിൽ വന്നാണ്. അതായത് ഒരു ഘടികാരം നിശ്ചലമായാൽ, അതായത് ഓടാതെ ഇരിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം കറക്റ്റ് സമയം കാണിക്കും? മക്കളെ, ഒരു ദിവസം അത് 2 പ്രാവശ്യം കറക്റ്റ് സമയം കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓടാതിരിക്കുന്ന ക്ലോക്കിന്റെ സൂചി ആരും വലിച്ചു പറിച്ചുകൊണ്ട് പോകത്തില്ല. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരു ക്ലോക്ക് 12 മണിക്ക് കേടായിരിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ വെളുപ്പിനെ നല്ല രാത്രി 12 മണിക്ക് നോക്കിയാൽ കറക്റ്റാണ്. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ ഈ 12 മണിയായെന്ന് കാണിക്കും. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് നോക്കിയാലും കറക്റ്റാണ്, 12 മണിയായെന്ന് കാണിക്കും. അപ്പം ഈ 2 സമയങ്ങൾ വരുമ്പോൾ ഈ ക്ലോക്ക് കറക്റ്റായിട്ടാണ് സമയം കാണിക്കുക. അപ്പോൾ ഓടാതിരിക്കുന്ന നിശ്ചലമായ ഒരു ഘടികാരം ദിവസവും അത് 2. ഇപ്പം 6:30ക്കാണ് അത് നിന്ന് പോയെങ്കിൽ രാവിലെ 6:30 എന്ന് നോക്കിയാൽ കറക്റ്റാണ്, വൈകിട്ട് 6:30 എന്ന് നോക്കിയാലും കറക്റ്റാണ്. പലപ്പോഴും ഈ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ നമ്മൾ കാണാറില്ലേ, കേടായ ക്ലോക്ക് വരെ ദിവസവും 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ക്യാപ്ഷൻസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ സെയിം സാധനം തന്നെ കേടായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കേടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ സമയം കറക്റ്റായിരിക്കും. അപ്പം 2 പ്രാവശ്യം അത് ശരിയായ സമയം കാണിക്കും. ഇപ്പോൾ നടന്ന LGSന്റെ മെയിൻസിന് വന്ന ചോദ്യമാണ്. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? ആദ്യം വാച്ച് പിന്നെ ക്ലോക്ക്, എന്നാലും പോട്ടെ, കുഴപ്പമില്ല. 12 മണിയാണ് കാണിക്കുന്നത്. 12:15 ആകണമെങ്കിൽ മക്കളെ എത്ര സെക്കൻഡ് കഴിയണം എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായി? ഇപ്പൊ 12 മണിയാണ്. 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം എന്നതാണ് ചോദ്യം. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 12 മണി 12:15 ആകണമെങ്കിൽ 15 മിനിറ്റ് കഴിയണം. എത്ര മിനിറ്റാ പറ? 15 മിനിറ്റ്. മക്കളെ, എത്ര മിനിറ്റ് കഴിയണം എന്നാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 15 മിനിറ്റാണ്. പക്ഷെ നമ്മളോട് അത് സെക്കൻഡ് ആക്കാനാണ് പറയുന്നത്. മക്കളെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 60, 120 സെക്കൻഡാണ്. അങ്ങനെ നോക്കിയാൽ
15 മിനിറ്റ് എത്ര സെക്കൻഡ് ആണെന്ന് കാണാൻ 15 ഗുണം 60. മക്കളെ 15 ഗുണം 60 ചെയ്തു നോക്കൂ. 900 സെക്കൻഡാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പറയുന്നു, ഇപ്പൊ 12 മണിയാണ്. 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം എന്നതാണ് ചോദ്യം. മക്കളെ 12:15 ആകണമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 15 മിനിറ്റ് കഴിയണം. ആലോചിച്ചു നോക്ക്, എത്ര മിനിറ്റ് കഴിയണം എന്നാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 15 മിനിറ്റ് കഴിയണമെടാ. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എത്ര സെക്കൻഡ് കഴിയണമെന്നാ. അപ്പൊ ഈ 15 മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. 15 മിനിറ്റിനെ നമുക്ക് എങ്ങനെ സെക്കൻഡ് ആക്കാം? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പൊ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 ഗുണം 60. 15 ഗുണം 60 900 സെക്കൻഡാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. പക്ക. അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് 10th പ്രിലിംസ് അതുപോലെ തന്നെ LGS ലെവൽ ഈ 2 പരീക്ഷകളുടെ സിലബസിലും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. ആ മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ഇനി ചെയ്യാം. ഈ ചോദ്യം ഒന്ന് വായിച്ചു. ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എയ്ക്ക് ലഭിക്കുക? 2021 10th പ്രിലിംസ്. അതായത് എ ബി എന്നിവര് ഒരു തുക 3:27 എന്ന് പറയുന്ന റേഷ്യോയിൽ വീതിച്ചു. അങ്ങനെയാണ് എയ്ക്ക് എത്ര ഭാഗം ലഭിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് തമ്മിൽ വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് വെട്ടുക. ഇപ്പൊ 3ഉം 27ഉം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് 3നെയും 27നെയും ഹരിച്ചാൽ നമുക്ക് പറയാം 1:9. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തോ ഉണ്ട്? എയും ബിയും വിഭജിച്ച പൈസ 1:9 എന്ന സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ഒന്നുകൂടെ പറയുന്നു, ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 3:27 എന്ന റേഷ്യോയിൽ വീതിച്ചു. അപ്പോഴേ നിങ്ങൾ വെട്ടിയില്ലേലും ലാസ്റ്റ് വെട്ടിയാൽ മതി, ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്താലും മതി. പക്ഷെ ആദ്യമേ വെട്ടി ചെയ്യുന്ന ആ വൃത്തി കുറച്ചുകൂടെ എളുപ്പമാകും. ഈ 3ഉം 27ഉം തമ്മിൽ വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടുക. വെട്ടാനൊന്നുമില്ല, നിങ്ങൾ വെട്ടണ്ട. പക്ഷെ ഇവിടെ വെട്ടാനുണ്ട്. 3ഉം 27ഉം 3 കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ 1:9 ആവും. അപ്പൊ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? എടാ, എയും ബിയും പൈസ വീതിച്ചത് 1:9 എന്ന റേഷ്യോയിലാണ്. അതായത് മക്കളെ, മൊത്തം 10 ഭാഗം, അതിൽ 1 ഭാഗം എയുടേതാണ്. മൊത്തം 1, 9, 10 ഭാഗം, അതിൽ 9 ഭാഗം ബിയുടേതാണ്. അപ്പോൾ എയ്ക്ക് എത്ര കിട്ടി? എയുടെ ഷെയർ എത്ര എന്ന് ചോദിച്ചാൽ 1/10, 10ൽ 1. ബിയുടെ ഷെയർ എത്ര എന്ന് ചോദിച്ചാൽ 9/10, 10ൽ 9. നമ്മളോട് ചോദിച്ചത് എയ്ക്ക് എത്ര കിട്ടുക എന്നാ. എയ്ക്ക് നമുക്ക് മനസ്സിലായി 1/10. ഓപ്ഷൻ എ. ടോട്ടൽ അടിയിൽ കൊടുക്കണം. കാര്യം നമ്മൾ മാർക്കൊക്കെ എഴുതുമ്പോൾ 50ൽ നമുക്ക് 17 മാർക്ക് കിട്ടും. നമ്മളത് എങ്ങനെ എഴുതുന്നത്? 17/50. 30ൽ നമുക്ക് 5 മാർക്ക് കിട്ടും. നമ്മളത് എങ്ങനെ എഴുതുന്നത്? 30/5. ഒന്നുകൂടെ, എയും ബിയും വീതിച്ചത് 3:27 എന്ന റേഷ്യോയിലാണ്. 3ഉം 27ഉം ആദ്യം 3 കൊണ്ട് ചെറുതാക്കിയാൽ 1:9 എന്ന് കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി എയും ബിയും കിട്ടിയ പൈസ 1:9 എന്ന റേഷ്യോയിലാണ്. അതായത് മൊത്തം 1ഉം 9ഉം 10 ഭാഗം, അതിൽ 1 ഭാഗം എയുടേത്, 9 ഭാഗം ബിയുടേത്. എയുടെ ഷെയർ എത്ര എന്ന് ചോദിച്ചാൽ 1. എത്രല? 10ൽ 1/10. ബിയുടെ ഷെയർ എത്ര എന്ന് ചോദിച്ചാൽ 9. എത്രല? 10ൽ. അപ്പൊ എയുടെ ഷെയർ ചോദിച്ചാൽ 1/10, ബിയുടെ ഷെയർ ചോദിച്ചാൽ 9/10, എയുടെ ഷെയർ ആ ചോദിച്ച് 1/10. അടുത്ത ചോദ്യം, യൂണിവേഴ്സിറ്റി LGSന്റെ 10th പ്രിലിംസിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്. A:B 2:3, B:C 4:5, A:B:C എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, നമുക്ക് കാണേണ്ടത് A:1
B/C എത്ര എന്നാണ്. കുഞ്ഞുങ്ങളെ ഇത് പല രീതിയിൽ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡ് കാണിക്കാൻ ശ്രദ്ധിക്കുക. A/B/C ആണ് കാണേണ്ടത്. അപ്പോൾ A/B നമ്മളോട് പറയുന്നു 2:3. അപ്പോൾ എയുടെ താഴെ 2ഉം ബിയുടെ താഴെ നമ്മൾ 3 എഴുതി. ഇനി B/C നമ്മളോട് പറയുന്നു 4:5. ബിയുടെ താഴെ 4ഉം സിയുടെ താഴെ നമ്മൾ 5 എഴുതി. ഇത്രയും എഴുതാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല. ഉണ്ടോ? എയുടെ താഴെ 2, ബിയുടെ താഴെ 3, വീണ്ടും ബിയുടെ താഴെ 4, സിയുടെ താഴെ 5. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ മിസ്സിങ് ആണ്, ഇവിടെ ഒരാൾ മിസ്സിങ് ആണ്. ആലോചിച്ച് നോക്കുക. കാര്യം ഇവിടെ എന്തായാലും 2 സൈഡിൽ ആൾ മിസ്സിങ് ആണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ആരാണോ അയാളെ നമ്മൾ അങ്ങോട്ട് എഴുതണം. ഇവൻ്റെ തൊട്ടടുത്ത് 3 ആണ്, ഇവിടെ നമ്മൾ 3 എഴുതി. ഇവൻ്റെ തൊട്ടടുത്ത് 4 ആണ്, അപ്പോൾ ഇവിടെ നമ്മൾ 4 എഴുതി. തൊട്ടടുത്ത് 3 നമ്മൾ അങ്ങോട്ട് എഴുതി, തൊട്ടടുത്ത് 4 നമ്മൾ ഇങ്ങോട്ട്, അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനി എയുടെ റേഷ്യോ കാണാൻ എയുടെ താഴെയുള്ളവരെ ഗുണിക്കുക, 4 2 8. ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ താഴെയുള്ളവരെ ഗുണിക്കുക, 4 3 12. സിയുടെ റേഷ്യോ കാണാൻ സിയുടെ താഴെയുള്ളവരെ ഗുണിക്കുക, 3 5 15. ഇനി വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടുക. കുഞ്ഞുങ്ങളെ വെട്ടാനായിട്ട് ആരുമില്ല. 8:12:15 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. A/B/C ആണ് കുഞ്ഞുങ്ങളെ നമുക്ക് വേണ്ടിയത്. നമ്മൾ ആദ്യം A/B എഴുതി 2:3, B/C എഴുതി 4:5, ബിയുടെ താഴെയായിട്ട്. ഇവിടെ ഒരാൾ വരും, തൊട്ടടുത്ത് 3 കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് 3 എഴുതി, തൊട്ടടുത്ത് 4 ഉണ്ടായത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് 4 എഴുതി. എയുടെ റേഷ്യോ കാണാൻ 4 2 8. ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ താഴെയുള്ളവരെ ഗുണിച്ച് 12. സിയുടെ റേഷ്യോ കാണാൻ സിയുടെ താഴെയുള്ളവരെ ഗുണിച്ച് 15. സോ നമ്മുടെ ഉത്തരം 8:12:15 ആണ്. 8 12 15 വന്നത്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്തത് A/B നമ്മളോട് പറയുന്നു 2:5. B/C നമ്മളോട് പറയുന്നു 4:3. നമുക്ക് വേണ്ടിയത് A/B/C ആണ്. അപ്പൊ A/B നമ്മളോട് പറയുന്നു 2:5. എയുടെ താഴെ 2, ബിയുടെ താഴെ 5. B/C നമ്മളോട് പറയുന്നു 4:3. ബിയുടെ താഴെ 4, സിയുടെ താഴെ 3. മക്കളെ തൊട്ടടുത്ത് ഇവിടെ ഒരാൾ വരും, ഇവിടെ ഒരാൾ വരും. മോനെ ഇവന്റെ തൊട്ടടുത്ത് 5, ഇങ്ങനെ അങ്ങനെ നോക്കണേ. തൊട്ടടുത്ത് 5 നമ്മൾ ഇവിടെ 5 എഴുതി. ഇവന്റെ തൊട്ടടുത്ത് 4, ആ 4 തന്നെ ഇങ്ങോട്ട് എഴുതി. എയുടെ റേഷ്യോ കാണാൻ എയ്ക്ക് താഴെയുള്ളവരെ ഗുണിക്കുക, 4 2 8. ബിയുടെ റേഷ്യോ കാണാൻ ബിക്ക് താഴെയുള്ളവരെ ഗുണിക്കുക, 4 5 20. സിയുടെ റേഷ്യോ കാണാൻ സിക്ക് താഴെയുള്ളവരെ ഗുണിക്കുക, I3 15. സോ നമ്മുടെ ഉത്തരം 8:20:15. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇതും ഖാദി ബോർഡ് LDC പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദിച്ച ചോദ്യമാണ്. കുഞ്ഞുങ്ങളെ ഈ ചോദ്യം നിങ്ങളിൽ കുറച്ചു പേരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. A/B എഴുതും 2:5. അതുപോലെ തന്നെ B/C എഴുതും 4:3. എന്നിട്ട് ഇങ്ങനെ ഗാ പോലൊക്കെ വരച്ച് ചെയ്യാറുണ്ട്. 4 2 8, പിന്നെ I4 20, I3 15. ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ പറഞ്ഞതിൻ്റെ കാര്യം, ഇതിപ്പോൾ 3 റേഷ്യോയാ ഇവിടെ കമ്പൈൻ ചെയ്യാനുള്ളത്. ഇനി 4 റേഷ്യോയും 5 റേഷ്യോയും 6 റേഷ്യോ ഒക്കെ വരുവാണെങ്കിലും ഈ വരയ്ക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ല് ചെയ്യുന്ന പരിപാടി അറിയാമെങ്കിൽ എത്ര റേഷ്യോ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഈ ഒരു മെത്തേഡിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് 2024 ഒരു LGS മെയിൻസിൻ്റെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: X:Y 4:3, Y:Z 6:5 ആയാൽ X:Z എത്ര? അപ്പൊ ഇവിടെ 3 റേഷ്യോയും കൂടെ കണ്ടുപിടിക്കാനില്ല. X:Y നമ്മളോട് പറയുന്നു 4:3. ഇനി Y:Z നമ്മളോട് പറയുന്നു 6:5. നമുക്കാദ്യം ഇതിനൊരു എളുപ്പവഴിയുണ്ട്. അതിനേക്കാളും മുമ്പ് ഇത് പ്രോപ്പറായി ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കാം. X:Y-യും Y:Z നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ X:Y:Z കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്മൾ X:Y എഴുതി, Y:Z വൈയുടെ താഴെയായിട്ട് എഴുതി,
നിങ്ങൾക്കറിയാം ഏകദേശം ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് 3, ആ 3 നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇതിൻ്റെ തൊട്ടടുത്ത് 6, ആ 6 നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ എക്സിൻ്റെ റേഷ്യോ കാണാൻ 6 4 24, വൈയുടെ റേഷ്യോ കാണാൻ 6 3 18, ഇസഡിൻ്റെ റേഷ്യോ കാണാൻ 3 5 15. അപ്പോൾ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എഴുതും 24 ഈസ് ടു 18 ഈസ് ടു 15 എന്ന് എഴുതും, യാതൊരു തെറ്റുമില്ല. ഇനി അത് ഓപ്ഷൻ്റെ അകത്തില്ലെങ്കിൽ 24 18 15 3 വെച്ച് വെട്ടി ചെറുതാക്കി 8 ഈസ് ടു 6 ഈസ് ടു 5 എന്ന് എഴുതും. പക്ഷെ നമ്മളോട് ഇവിടെ അതല്ല ചോദിച്ചത്, എക്സ് ഈസ് ടു ഇസഡ് മാത്രമാണ് ചോദിച്ചത്. ഒന്നുമില്ല, എക്സ് ഈസ് ടു ഇസഡ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ എക്സിൻ്റെ റേഷ്യോ ആയ 24 എഴുതുക, ഇസഡിൻ്റെ റേഷ്യോ ആയ 15 എഴുതുക. 3 കൂടെ ചോദിച്ചാൽ 3 കൂടെ 24 18 15 എഴുതുക. ഇവിടെ എക്സ് ഈസ് ടു ഇസഡ് മാത്രമാണെങ്കിൽ എക്സിൻ്റെ റേഷ്യോ ആയ 24 എഴുതുന്നു, ഇസഡിൻ്റെ റേഷ്യോ ആയ 15 എഴുതുന്നു. 24 ഈസ് ടു 15 ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇനി ഇൻ കേസ് അതില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളുക 24 15 അവർ വെട്ടിച്ചെറുതാക്കിയതാണ്. 24 15 വെട്ടിച്ചെറുതാക്കി 8 ഈസ് ടു 5 എന്ന് വേണമെങ്കിലും ഓപ്ഷൻ്റെ അകത്തിൽ വരാം. കാര്യം 24നെയും 15നെയും നമുക്ക് ഒരുമിച്ച് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് 24നെ ഹരിച്ചാൽ 8, 15നെ ഹരിച്ചാൽ 5. അടുത്ത ചോദ്യം, എ ഈസ് ടു ബി നമ്മളോട് പറയുന്നു 2 ഈസ് ടു 3, ബി ഈസ് ടു സി നമ്മളോട് പറയുന്നു 4 ഈസ് ടു 5. നമുക്ക് സി ഈസ് ടു എ എത്രയാണ് എന്നതാണ് ചോദ്യം. ഖാദി ബോർഡ് LDC 10th പ്രിലിംസ് സ്റ്റേജ് 4. അപ്പം ഇവിടെ എ ഈസ് ടു ബി നമ്മളോട് പറയുന്നു 2 ഈസ് ടു 3, ബി ഈസ് ടു സി നമ്മളോട് പറയുന്നു 4 ഈസ് ടു 5. മക്കളെ, നമുക്ക് സി ഈസ് ടു എ ആണ് ചോദിച്ചേക്കുന്നത്. അതെന്തേലും ആയിക്കോട്ടെ, നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമുക്കിവിടുന്ന് വേഗത്തിൽ എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാനുള്ള ഐഡിയ അറിയാം. അതെങ്ങനെ? എ ഈസ് ടു ബി എഴുതി, ബി ഈസ് ടു സി എഴുതി. നമുക്കറിയാം ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. എൻ്റെ തൊട്ടടുത്ത് 3 ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും 3 എഴുതി, തൊട്ടടുത്ത് 4 ആയതുകൊണ്ട് ഇവിടെ 4 എഴുതി. എയുടെ റേഷ്യോ കാണാൻ എയ്ക്ക് താഴെയുള്ളവരെ ഗുണിച്ചു 4 2 8. ബിയുടെ റേഷ്യോ കാണാൻ ബിക്ക് താഴെയുള്ളവരെ ഗുണിച്ചു 4 3 12. സിയുടെ റേഷ്യോ കാണാൻ സിക്ക് താഴെയുള്ളവരെ ഗുണിച്ചു I 3 15. മക്കളെ, എ ഈസ് ടു ബി ഈസ് ടു സി ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മുടെ ഉത്തരം 8 ഈസ് ടു 12 ഈസ് ടു 15 ആയിരിക്കും 100%. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചത് സി ഈസ് ടു എ മാത്രമാണ്. അപ്പൊ സി ഈസ് ടു എ ആണ് ചോദിക്കുന്നതെങ്കിൽ സിക്ക് സിയുടെ നേരെയുള്ള 15 എഴുതുന്നു, എയ്ക്ക് എയുടെ നേരെയുള്ള 8 എഴുതുന്നു. നമ്മുടെ ഉത്തരം 15 ഈസ് ടു 8. 15 ഈസ് ടു 8 ഓപ്ഷൻ എ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി എങ്ങനെ ചോദ്യം തിരിച്ചും മറിച്ചും ഒക്കെ വന്നാലും ശരി, നിങ്ങൾക്ക് അത് പറക്കി ഇത് കണ്ടുപിടിച്ചിട്ട് അത് പറക്കി അങ്ങ് എഴുതിയാൽ മതി. നമ്മളോട് ഇവിടെ ചോദിച്ചത് സി ഈസ് ടു എ മാത്രമാണ്. അപ്പൊ സിക്ക് നേരെയുള്ള 15 ഈസ് ടു എയ്ക്ക് നേരെയുള്ള 8, 15 ഈസ് ടു 8 ആണ് ഉത്തരം, ഓപ്ഷൻ എ. ഇനി ഞാൻ നിങ്ങളോട് ഒരു എളുപ്പവഴിയും കൂടെ ഞാൻ പഠിപ്പിക്കാം. ഇത്തരം ചോദ്യങ്ങളിൽ ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എ ഈസ് ടു ബി, ബി ഈസ് ടു സി തരും, എ ഈസ് ടു സി മാത്രം നമ്മളോട് ചോദിക്കും. അല്ലെ എക്സ് ഈസ് ടു വൈ, വൈ ഈസ് ടു ഇസഡ് തരും, എക്സ് ഈസ് ടു ഇസഡ് മാത്രം നമ്മളോട് ചോദിക്കും. ഇനി കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ എ ഈസ് ടു ബി, ബി ഈസ് ടു സി, സി ഈസ് ടു ഡി തരും. എന്നിട്ട് ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ ഡിയും മാത്രം ചോദിക്കും. അങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനെ വരുന്ന കേസിൽ മാത്രം ഈ തന്നിരിക്കുന്ന റേഷ്യോ നേരെ താഴോട്ട് എഴുതുക. 4 ഈസ് ടു 3, 6 ഈസ് ടു 5. അതായത് തന്നിരിക്കുന്ന റേഷ്യോ നിങ്ങൾ നേരെ താഴോട്ട് എഴുതുക. എക്സിൻ്റെ താഴെയുള്ള 4 ഈസ് ടു 3, ഇസഡിൻ്റെ താഴെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന റേഷ്യോ നേരെ 4 ഈസ് ടു 3, 6 ഈസ് ടു 5. ആദ്യത്തെ റേഷ്യോ കാണാൻ
6 4 ഗുണിച്ചു 24. അവസാനത്തെ റേഷ്യോ കാണാൻ 5 3 ഗുണിച്ചു 15. 24:15. ദേ കണ്ടോ മുമ്പത്തെ ചോദ്യം. ഞാൻ പറയുന്നു ഈ പണി എല്ലായിടത്തും നടക്കത്തില്ല. ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണെങ്കിൽ ആദ്യത്തേന് അത് തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം കൂടെ നേരെ താഴോട്ട് എഴുതുക. ആ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ ആദ്യത്തെ റേഷ്യോ കിട്ടും, ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ അവസാനത്തെ റേഷ്യോ കിട്ടും. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ദേ നോക്ക്. A:B നമ്മളോട് പറയുന്നു 1:2. B:C നമ്മളോട് പറയുന്നു 1:3. C:D നമ്മളോട് പറയുന്നു 3:1. നമ്മളോട് ചോദിച്ചേക്കുന്നത് ക്യാപിറ്റലിലാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് A:D. അതായത് ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ ഡിയും. മക്കളെ ഇങ്ങനെ ആദ്യത്തെ റേഷ്യോയും അവസാനത്തെ റേഷ്യോയും മാത്രമാണ് ചോദ്യമെങ്കിൽ തന്നിരിക്കുന്ന റേഷ്യോ നേരെ താഴോട്ട് എഴുതുക. 1:2. മക്കളെ 1:3, 3:1 എഴുതുക. എന്നിട്ട് ആദ്യത്തെ റേഷ്യോയ്ക്ക് ആദ്യത്തെ നിരയിലൂടെ ഗുണിക്കുക, അവസാനത്തെ റേഷ്യോയ്ക്ക് അവസാനത്തെ നിരയിലൂടെ ഗുണിക്കുക. 3:6. ഒന്നുകിൽ 3:6 എന്ന് വരും, അല്ലെങ്കിൽ 3:6 3 കൊണ്ട് വെട്ടിക്കളഞ്ഞ് 1:2. ഇതിലേതെങ്കിലും ഓപ്ഷൻ്റെ അകത്ത് കാണും. ഇനി നമ്മൾ ചെയ്ത അടുത്ത ചോദ്യം കൂടെ നോക്ക്. A:B നമ്മളോട് പറയുന്നു 2:3. B:C നമ്മളോട് പറയുന്നു 4:5. അങ്ങനെയാണ് ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ സിയും കാണാൻ തന്നിരിക്കുന്ന റേഷ്യോസ് താഴെ നേരെ എഴുതുക. 2:3 പിന്നെ 4:5. ആദ്യത്തെ റേഷ്യോയ്ക്ക് ആദ്യത്തെ നിരയിലൂടെ ഗുണിക്കുന്നു 8. അവസാനത്തെ റേഷ്യോയ്ക്ക് അവസാനത്തെ നിരയിലൂടെ ഗുണിക്കുന്നു 15. 8:15. 8:15 ഓപ്ഷൻ്റെ അകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യാൻ തോന്നും, ചെയ്യരുത്. എന്തുകൊണ്ടാ? A:C എത്രയാണ് എന്നതാണ് ചോദ്യമെങ്കിൽ, അതായത് ആദ്യത്തെയും അവസാനത്തെയും A:C എത്രയാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 8:15 പക്ഷെ ഈ ചോദ്യത്തിൽ നൈസായിട്ട് ഇവരൊന്ന് തിരിച്ചു. A:C മാറി C:A ആക്കി. അപ്പോൾ ആദ്യത്തെ റേഷ്യോയായ എയും അവസാനത്തെ റേഷ്യോയായ സിയും ചോദിച്ചാൽ, A:C ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 8:15. ഇനി ഇതേ സ്ഥാനത്ത് C:A ആണെങ്കിൽ 15:8. കാര്യം A:C 8:15 ആണെങ്കിൽ C:A എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടു 15:8. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത് 2023 ഖാദി ബോർഡ് LDC സ്റ്റേജ് 5. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വില 3:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പോഴേ നിങ്ങൾ മനസ്സിലോർക്കണം, പേനയുടെ വില 3x ആണ്, പുസ്തകത്തിൻ്റെ വില 5x ആണ്. കാര്യം റേഷ്യോനെ ഒറിജിനലാക്കാൻ x ഇട്ട് കൊടുത്താൽ മതി. പേനയുടെ വിലയുടെ റേഷ്യോ 3, അപ്പോൾ പേനയുടെ ഒറിജിനൽ വില 3x. ഇനി പുസ്തകത്തിൻ്റെ വില 5, അപ്പോൾ പുസ്തകത്തിൻ്റെ ഒറിജിനൽ വില 5x. പേനയ്ക്ക് 3x, പുസ്തകത്തിന് 5x. ഇനി നമ്മളോട് എന്തോ പറയുന്നത്? പേനയ്ക്ക് പുസ്തകത്തിനേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പോഴേ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളുക, കണക്കിലായാലും ജീവിതത്തിലായാലും കൂടുതലെന്നോ കുറവെന്നോ കേട്ടാൽ കുറയ്ക്കുക. അതായത് കൂടുതലെന്നോ കുറവെന്നോ കേട്ടാൽ അത് വ്യത്യാസമാണ്. അപ്പൊ പേനയ്ക്ക് പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതൽ. അപ്പോഴേ ഉറപ്പിച്ചോളുക, പുസ്തകവും പേനയും തമ്മിലുള്ള വ്യത്യാസം 12. എടാ, പുസ്തകത്തിന്റെ വില 5x, പേനയുടെ വില 3x. അവര് തമ്മിലുള്ള വ്യത്യാസം 2x ആണ് 12. അതായത് പുസ്തകവും പേനയും തമ്മിലുള്ള വ്യത്യാസം 12. കൂടുതലെന്നോ കുറവെന്നോ കേട്ടാൽ വ്യത്യാസം. ഇപ്പൊ പുസ്തകത്തിന് 5x ആണ്, പേനയ്ക്ക് 3x ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 3x-ഉം 5x-ഉം തമ്മിലുള്ള വ്യത്യാസം 5x - 3x 2x ആണ് 12. അങ്ങനെയാണ് x എന്ന് പറഞ്ഞാൽ 12/2 6. എന്താണോ x
അത് 6 എന്ന് മനസ്സിലാവും. ഇനി എക്സിന്റെ വാല്യൂ കിട്ടിയാൽ നിനക്കിവിടെ നിന്ന് എന്തു വേണമെങ്കിലും ഒപ്പിക്കത്തില്ലേ? വളരെ സിമ്പിൾ അല്ലേ? നമ്മളോട് ചോദിക്കാം പേനയുടെ വില എത്ര? പേന 3 3 × 6 18 പേനയുടെ വില. ഇനി പുസ്തകത്തിന്റെ വില, പുസ്തകം 5x 5 × 6 30 പുസ്തകത്തിന്റെ വില. അപ്പൊ പേനയ്ക്ക് 18, പുസ്തകത്തിന് 30. നമ്മളോട് ചോദിച്ചേക്കുന്നു പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ 18ഉം 30ഉം കൂടെ ചേർത്ത് രണ്ടിനും കൂടി 48. ഇങ്ങനെയാണ് ഇത് എക്സ് വെച്ച് വളരെ പ്രോപ്പറായി ചെയ്യുക. ഒന്നുകൂടെ പറയുന്നു, ഇത് പേന, ഇത് പുസ്തകം. പേനയുടെയും പുസ്തകത്തിൻ്റെയും വില 3:5 എന്ന റേഷ്യോയിൽ. അപ്പൊ പേനയുടെ വില 3x, പുസ്തകത്തിന്റെ വില 5x. ഇനി നമ്മളോട് പറയുന്നു പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പോഴേ ഉറപ്പിച്ചോളുക പേനയും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസമാണ് 12. കൂടുതലെന്നോ കുറവെന്നോ എവിടെ കേട്ടാലും വ്യത്യാസം. പേനയും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം 5x-ഉം 3x-ഉം തമ്മിലുള്ള വ്യത്യാസം 2x ആണ് 12. 2x 12 ആണ്. എക്സ് എന്ന് പറയുന്നത് 12/2 6. മക്കളെ എന്താണോ എക്സ് അത് 6 ആണ്. ഇനി നമുക്കറിയാം പേനയുടെ വില 3x 3 × 6 18. പുസ്തകത്തിന്റെ വില 5x 5 × 6 30. പേനയ്ക്ക് 18, പുസ്തകത്തിന് 30. അപ്പൊ രണ്ടിനും കൂടെ 30ഉം 18ഉം കൂടെ ചേർത്ത് 48. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി റേഷ്യോ പ്രപ്പോർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായി അറിയാവുന്നവര്, നമ്മൾ ഈ എക്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്നവരുണ്ട്. അതും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. പേനയുടെയും പുസ്തകത്തിൻ്റെയും റേഷ്യോ 2:5. സോറി, പേനയുടെയും പുസ്തകത്തിൻ്റെയും റേഷ്യോ 3:5. അതായത് പേനയും പുസ്തകവും മൊത്തം 8 ഭാഗമാണ്. അതിൽ 3 ഭാഗം പേനയാണ്, 5 ഭാഗം പുസ്തകമാണ്. ഇനി നമ്മളോട് പറയുന്നു പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പോഴേ ഉറപ്പിച്ചോണം ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 12. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 3 ഭാഗവും 5 ഭാഗവും തമ്മിലുള്ള വ്യത്യാസമാണ് 12. 3 ഭാഗവും 5 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 ഭാഗമാണ് 12. 2 ഭാഗം 12 ആണ്. 1 ഭാഗം എന്ന് പറഞ്ഞാൽ 12/2 6. മക്കളെ 1 ഭാഗം 6 കിട്ടിയാൽ നിനക്ക് ഇതിനകത്തുനിന്ന് എന്ത് വേണേലും ചെയ്യാം. നിന്നോട് പേനയുടെ വില എത്രയെന്ന് ചോദിച്ചാൽ 3 ഭാഗം 3×6 18. പുസ്തകത്തിന്റെ വില എത്രയെന്ന് ചോദിച്ചാൽ 5 ഭാഗം 5×6 30. മൊത്തം എത്ര രൂപ? രണ്ടിനും കൂടെ എത്ര എന്ന് ചോദിച്ചാൽ പേനയ്ക്ക് 3 ഭാഗം, പുസ്തകത്തിന് 5 ഭാഗം, മൊത്തത്തിനും കൂടെ 8 ഭാഗം. 1 ഭാഗം 6 ആണ്. 8×6 48. ഇങ്ങനെ ചിന്തിച്ചെഴുതുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. ഏത് രീതി കൂടെ ചെയ്താലും ഉത്തരം കറക്റ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, a² - b² വില എത്ര? ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർവ്വസമവാക്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. 2023 യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന് സ്റ്റേജ് 5 വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം a² - b² എന്ന് പറയുന്നത് a+b × a-b ആണ്. ഒന്നുകൂടെ പറയുന്നു, a² - b² എന്ന് പറയുന്നത് a+b × a-b ആണ്. ഒന്നുകൂടെ, a² - b² എന്ന് പറയുന്നത് a+b × a-b ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ആവർത്തിക്കുന്നു. 2 സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് ഒരു ചോദ്യം വന്നാൽ അത് ഓർത്ത് വെച്ചോളുക, അത് a+b × a-b എന്ന ഫോമിലായിരിക്കും. ഒന്നുകൂടെ പറയുന്നു, 2 സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് നിങ്ങൾ എവിടെ കണ്ടാലും ഓർത്തോളുക അത് a² - b² ആണ്. a² - b² എന്ന് പറഞ്ഞാൽ a+b × a-b. ഒന്നുകൂടെ, a+b × a-b എന്ന് പറഞ്ഞാൽ a² - b². a² - b² എന്ന് പറഞ്ഞാൽ a+b × a-b. ഒരു 2 പ്രാവശ്യം തിരിച്ചും മറിച്ചും പറയണം. a² - b², a+b × a-b, a+b × a-b, a² - b². അടുത്ത ചോദ്യം, ഖാദി ബോർഡ് LDC 10th പ്രിലിംസിന്റെ സ്റ്റേജ് 5 വന്ന ചോദ്യം. 154 സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണം? ഒന്നുകൂടെ പറയുന്നു,
154 ഹോൾ സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 ഹോൾ സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണം? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം ഇതാണ് ഉദ്ദേശിക്കുന്നത്, 153 ദ ഹോൾ സ്ക്വയറിന്റെ കൂടെ എത്ര കൂട്ടിയാൽ, ആ എത്ര കൂട്ടുന്നത് നമുക്കറിയത്തില്ല, എത്ര കൂട്ടിയാൽ 154 ദ ഹോൾ സ്ക്വയർ കിട്ടും. ഒന്നുകൂടെ പറയുന്നു, 153 ദ ഹോൾ സ്ക്വയറിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 154 ദ ഹോൾ സ്ക്വയർ കിട്ടും. നമുക്ക് ആ എക്സ് ആണ് കാണണ്ടേ. അപ്പൊ എക്സ് കാണാനായിട്ട് ഈ 153 ദ ഹോൾ സ്ക്വയർ അപ്പുറത്ത് പോകും. അപ്പൊ 154 ദ ഹോൾ സ്ക്വയർ മൈനസ് 153 ദ ഹോൾ സ്ക്വയർ. അല്ലേ, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് എവിടെ കണ്ടാലും അത് a+b ഇൻറ്റു a-b ആണ്. ഓക്കെ ആണോ? ഇവിടെ 154 സ്ക്വയർ മൈനസ് 153 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പറ a+b ഇൻറ്റു a-b. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 154 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 153 ഇൻറ്റു a-b 154 മൈനസ് 153. ഇനി നിങ്ങൾ നല്ലവണ്ണം നോക്കുക, 154 നിന്ന് 153 പോയാൽ 1 ആണ്. അപ്പൊ ഇനി അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം 1 കൊണ്ട് സംഖ്യ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാ, ആ സംഖ്യ തന്നെയാണ്. 1 കൊണ്ടുള്ള ഗുണനോ ഹരണോ ഒക്കെ ചെയ്യുന്നതിന് ആ സംഖ്യ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പൊ നമ്മുടെ ഉത്തരം 154 പ്ലസ് 153 ആണ്. അതായത് 307 ആണ് ഉത്തരം വരിക. 154 പ്ലസ് 153 ആണ്. ഈ ഓപ്ഷന്റെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ 154 പ്ലസ് 153 ആണ് നമ്മുടെ ഉത്തരം വരിക. 154 പ്ലസ് 153 ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. 153 പ്ലസ് 153 അല്ല, 153 പ്ലസ് 154 ആണോ? ശരിയാണ്, ഇതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, നമുക്ക് കിട്ടിയ ഉത്തരം 154 പ്ലസ് 153 അല്ലേ, ഇവിടെ 153 പ്ലസ് 154 അല്ലേ, അതിനെന്താ, സോ വാട്ട്, എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. കാര്യം 3 പ്ലസ് 7 10 ആണ്, 7 പ്ലസ് 3 എന്തുവാ 10 ആണ്. നമുക്ക് 154 പ്ലസ് 153 ആണ് ഉത്തരം കിട്ടിയത്. അത് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, 153 പ്ലസ് 154 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ആ ഫോമാറ്റിൽ കിടക്കുന്നു. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. നല്ല രീതിയിൽ നോക്കണം, ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസുകളാണ്, നല്ലതായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. 154ന്റെ സ്ക്വയർ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണം? അപ്പൊ നമ്മൾ എഴുതി 153 ദ ഹോൾ സ്ക്വയറിന്റെ വിലയോട് എത്രയോ കൂട്ടണം. ഞാൻ ആ കൂട്ടേണ്ടത് എക്സ് ആണെന്നിട്ടു. അപ്പോൾ നമുക്ക് 154 ദ ഹോൾ സ്ക്വയർ കിട്ടും. അങ്ങനെയാണ് ആ കൂട്ടണ്ടിയ എക്സ് ആണ് നമുക്ക് കാണണ്ടേ. എക്സ് കാണാൻ കുഞ്ഞുങ്ങളെ ഇവിടെ 154 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇത് അപ്പുറത്ത് പോയി മൈനസ് ആവും. പ്ലസ് 153 ദ ഹോൾ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 153 ദ ഹോൾ സ്ക്വയർ ആവും. മക്കളെ, ഇത് ഏത് ഫോമാറ്റിൽ കിടക്കുന്നതാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ്. ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, രണ്ട് സംഖ്യകളുടെ സ്ക്വയറിന്റെ വ്യത്യാസം വന്നാൽ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a-b ആണ്. ഇവിടെ എ 154 പ്ലസ് എ ബി എന്ന് പറയുന്നത് 153 a+b ഇൻറ്റു a-b 154 മൈനസ് 153. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 154 നിന്ന് 153 കുറച്ചാൽ 1. ആ 1 നിങ്ങൾ നോക്കണ്ട. 154 പ്ലസ് 153 ആണ് ഉത്തരമായി വരിക. കാര്യം ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 154 പ്ലസ് 153 ആണ് ഉത്തരമായി വരിക. അത് ഓപ്ഷനിൽ നോക്കുമ്പോൾ 153 പ്ലസ് 154 എന്നാ തന്നിരിക്കുന്നത്. കാര്യം 3 പ്ലസ് 5 8 ആണ്, 5 പ്ലസ് 3 8 ആണ്.
അപ്പം 154 + 153 ശരിയാണ്, 153 + 154 ശരിയാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, എല്ലാം നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും സിലബസിന് പുറത്തു നിന്ന് 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കലണ്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ കോഡിങ്ങുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജിർ.